കുട്ടികൾക്കും സ്ത്രീകൾക്കും എതിരെയാണ് ഏറ്റവും കൂടുതൽ സൈബർ ഇടങ്ങളിൽ ഈ സാമ്പത്തിക തട്ടിപ്പ് മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള കുറ്റകൃത്യമാണ്. ഒരേ ക്ലാസ്സിൽ അല്ലെ ആ ഏജ് ഗ്രൂപ്പിലുള്ള പ്രൊഫൈലുകളായിരിക്കും ഇത്തരം തട്ടിപ്പുകാർ ക്രിയേറ്റ് ചെയ്യുന്നത്. അവർ ക്രിയേറ്റ് ചെയ്തിട്ട് പതിയെ വന്നിട്ട് ഇവരെ ഭയങ്കരമായിട്ട് അങ്ങ് പ്രശംസിച്ചുകൊണ്ട് ഇവരിടുന്ന പോസ്റ്റിനൊക്കെ ഭയങ്കര പോസിറ്റീവ് കമൻറ്റ് കൊടുക്കുക, ലൈക്ക് കൊടുക്കുക, അവരുടെ ഡ്രസ്സിനെ പുകഴ്ത്തി പറയുക, അവരുടെ ഫോട്ടോസ് ഓരോന്നിനെയും പറയും നല്ല ഫോട്ടോ, അങ്ങനെ പറഞ്ഞ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആദ്യം ഒരു വിശ്വാസം നേടിയെടുക്കുക. വാട്സപ്പ് ഗ്രൂപ്പുകൾ, ടെലിഗ്രാം ഗ്രൂപ്പുകൾ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് ചില ആഡ് പോലെ വരും. 1 മാസം കൊണ്ട് നിങ്ങൾക്ക് പണം ഇരട്ടിക്കാം ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വളരെ അട്രാക്റ്റീവ് പാക്കേജ് പോലത്തെ ഒരു ആഡായിരിക്കും വരുന്നത്. ഞാൻ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തു, എനിക്ക് ഇത്ര ദിവസം കൊണ്ട് ഇത് കിട്ടി എന്ന് പറഞ്ഞ് ഒരുപാട് പേര് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇത് നോക്കിക്കളയാം. നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടെന്ന് പറഞ്ഞിട്ട് ചില സ്ക്രീൻഷോട്ടുകളായിരിക്കും കാണിക്കുന്നത്. ആ സ്ക്രീൻഷോട്ടുകളിൽ നമ്മൾ കണ്ടിട്ട് പൈസ ഇട്ടെന്നുള്ള ഉറപ്പ് വരുത്തരുത്. നമ്മുടെ അക്കൗണ്ടിൽ പൈസ വന്നിട്ടുണ്ടെന്നുള്ളത് വെരിഫൈ ചെയ്യണം. ആ കമ്പനി നോക്കുമ്പോൾ ഇനി കമ്പനിയുടെ വെബ്സൈറ്റും കാണത്തില്ല, അഡ്രസ്സും കാണില്ല, ആളും കാണില്ല. ഓൾറെഡി പൈസയൊക്കെ വിദേശത്തേക്കൊക്കെ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് പോയി കാണും. അപ്പോൾ അത്തരത്തിൽ മ്യൂൾ അക്കൗണ്ടായിട്ട് നമ്മളെ അക്കൗണ്ടിൽ കൂടെ പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക, കമ്മീഷൻ തരും എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ അതിന് നിന്നു കൊടുക്കരുത്. നമസ്കാരം. ഇന്ന് നമ്മളെല്ലാവരും ജീവിക്കുന്നത് സൈബർ ലോകത്താണ്. സൈബർ ലോകം നമുക്ക് മുമ്പിൽ അനന്തമായ സാധ്യതകൾ തുറക്കുന്നുണ്ട്. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളും സൈബർ ഇടവുമായി ബന്ധിതവുമാണ്. അതേപോലെ തന്നെ സൈബർ ഇടം വളരെ സജീവമായി വരുന്നതിന് അനുസരിച്ച് സൈബർ തട്ടിപ്പുകളും വ്യാപകമായി വരികയാണ്. ഒരു കാലത്ത് ചെറിയ തട്ടിപ്പുകളായിരുന്നെങ്കിൽ ഇപ്പം എല്ലാ വിഭാഗങ്ങളെയും കെണിയിൽപ്പെടുത്തത്തക്ക രീതിയിലുള്ള വിവിധ തരത്തിലുള്ള സൈബർ തട്ടിപ്പുകൾ വളരെ വ്യാപകമായി നടക്കുന്നുണ്ട്. വായ്പ ആപ്പിൻ്റെ തട്ടിപ്പുണ്ട്, അതുപോലെ തന്നെ ഡിജിറ്റൽ അറസ്റ്റ്, അങ്ങനെ പല രീതിയിലാണ് സൈബർ തട്ടിപ്പുകൾ. ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് വിദ്യാസമ്പന്നരായ ആളുകളടക്കം ടെക്നോക്രാറ്റുകളടക്കം ഇത്തരം തട്ടിപ്പുകൾക്ക് വിധേയമാകുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിന് വേണ്ടി കേരള പോലീസിൽ നിന്ന് വിരമിച്ച SP-യും കേരളത്തിൽ ആദ്യത്തെ സൈബർ പോലീസ് ഓഫീസറുമായ ES ബിജിമോനാണ് നമ്മോടൊപ്പമുള്ളത്. അദ്ദേഹം സൈബർ ഇൻവെസ്റ്റിഗേഷൻ മേഖലയിൽ പരിചയസമ്പന്നനാണ്. നിലവിൽ ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ മിസ്സിംഗ് ആൻഡ് എക്സ്പ്ലോയിറ്റഡ് ചിൽഡ്രൻ്റെ കൺട്രി ഡയറക്ടർ കൂടിയാണ് ES ബിജിമോൻ. നമസ്കാരം സാർ. സാർ, ഇന്ന് ഈ സൈബർ ലോകമാണല്ലോ ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്. അത് പുതിയ തലമുറയെയും പഴയ തലമുറയെ ഒരുപോലെ ഭ്രമിപ്പിക്കുകയും അവർ ആ ഒരു മേഖലയിൽ വല്ലാതെ ഇൻവോൾവ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം അതിന് ഒരുപാട് പോസിറ്റീവ് വശങ്ങളുണ്ട്. കാരണം ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ യുഗമാണ്. റോബോട്ടിക് സാങ്കേതിക വിദ്യ നമ്മുടെ ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. സ്കൂളുകളിൽ പോലും കുട്ടികളെ AI-യും റോബോട്ടിക് സാങ്കേതിക വിദ്യയും പഠിപ്പിക്കുന്നുണ്ട്. അതേസമയം ഇതിന് ഒരുപാട് ചതിക്കുഴികളുണ്ട്. ഈ ഏറ്റവും അപകടകരമായ രീതിയിൽ ഒരുപാട് പേരെ അവരുടെ ജീവിതത്തിൽ നിന്ന് ജീവിതം ഹനിക്കത്തക്ക രീതിയിലേക്ക്, സ്വയം ജീവൻ ഒടുക്കുന്ന രീതിയിലേക്കൊക്കെ ഒരുപാട് നമ്മൾ വാർത്തകൾ കേൾക്കുന്നുണ്ട്. ഒരുപാട് സംഭവം നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. സാർ, ഇത് സംബന്ധിച്ചൊന്ന് എന്താണ് ശരിക്കും ഓൺലൈൻ തട്ടിപ്പ് എന്ന് പറയുന്നത്? കാരണം നമ്മൾ ഓൺലൈൻ തട്ടിപ്പ് എന്ന് പറയുന്നു, ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്നു, അതേപോലെ തന്നെ ഈ ആപ്പ് എടുത്തിട്ട് വായ്പ, ലോൺ ആപ്പുകളെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് തട്ടിപ്പുകളൊക്കെ പറയുന്നുണ്ട്. എന്താണ് ഒന്ന് ചുരുക്കി സാർ ഒന്ന് വിശദീകരിക്കാമോ? നമ്മളിപ്പം ഒരു ഡിജിറ്റൽ യുഗത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാങ്കേതിക വിദ്യയുടെ വളർച്ച അനുസരിച്ചിട്ട് നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം വർദ്ധിച്ചു. അത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് നേരത്തെ ഉണ്ടാകുന്ന പതിവിൽ കൂടുതലായിട്ട് ഇൻ്റർനെറ്റ് പെനിട്രേഷൻ കൂടിയതോടുകൂടി ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ സ്മാർട്ട് ഫോണുകളിൽ തന്നെ നമ്മളെല്ലാവരും തന്നെ ഇൻ്റർനെറ്റ് ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു 2 ജനറേഷൻ, ഇപ്പം റഷീദ് പറഞ്ഞ പോലെ 2 ജനറേഷൻ ഇതിനകത്തുണ്ട്. ഒരു ന്യൂ ജെൻ അല്ലെങ്കിൽ ജെൻസികൾ, അവർ ഇത് ഇൻ്റർനെറ്റും മൊബൈൽ ഫോണും കണ്ടു വളർന്നവരും ഇതിന് മുമ്പുണ്ടായിരുന്ന ഒരു ഓൾഡ് ജനറേഷൻ ഇതിൽ ട്രാൻസിഷനിലേക്ക് വന്നവരുമാണ്. അതിന് ഈ പറഞ്ഞ സാങ്കേതിക വിദ്യ ഇല്ലായിരുന്ന കാലത്തുനിന്ന് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയയുടെ വർദ്ധിച്ചു വരുന്ന ഉപയോഗം ഓൺലൈൻ ഇടങ്ങളിലേക്ക് നമ്മളുടെ പേയ്മെൻറ്റുകളടക്കം ഡിജിറ്റൽ പേയ്മെൻറ്റുകളിലേക്ക് മാറി. നമ്മളുടെ ദൈനംദിന പ്രവൃത്തികളൊക്കെ തന്നെ ഡിജിറ്റൽ യുഗത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ ഫിസിക്കൽ വേൾഡിൽ ഉണ്ടായിരുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും ഇന്നിപ്പോൾ സൈബർ വേൾഡിലേക്ക് മാറിയിരിക്കുകയാണ്. പഴയ കാലത്തുണ്ടായിരുന്ന പല കുറ്റകൃത്യങ്ങളും ഇന്നിപ്പോൾ പുതിയ മേഖലയിലേക്ക് വന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. പക്ഷേ അത് തിരിച്ചറിയാനും ഇത് ചതിക്കുഴിയാണെന്നോ ഇത് തട്ടിപ്പാണെന്നോ എന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള സമയം, ആ ഗ്യാപ്പിലാണ് ഇപ്പോൾ ഈ സൈബർ കുറ്റവാളികൾ ഏറ്റവും കൂടുതൽ വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. ബോധവൽക്കരണം അല്ലെങ്കിൽ ഡിജിറ്റൽ ലിറ്ററസി നമുക്കിപ്പോഴും 100% ആയിട്ടില്ല.
നമ്മളുടെ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് കുട്ടികളിൽ ചെറുപ്പം മുതലേ നമുക്ക് ഈ ഡിജിറ്റൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഡിജിറ്റൽ സാക്ഷരത കൊടുത്ത് അവർക്ക് സൈബർ ക്രൈമും സൈബർ സെക്യൂരിറ്റി അടക്കമുള്ള കാര്യങ്ങളെ പറ്റി പഠിപ്പിച്ച് വരേണ്ട കാലം അധികം വെച്ചിരിക്കുക. പക്ഷേ എങ്കിലും ഇന്നിപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ നമ്മൾ വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് ഓൺലൈൻ ഇടങ്ങളിൽ ഉണ്ടാകുന്ന തട്ടിപ്പുകൾ, ഒപ്പം തന്നെ അതോടൊന്ന് അപകീർത്തിപ്പെടുത്തൽ, അതുപോലെ സൈബർ ബുള്ളിങ് പോലെയുള്ള സ്ത്രീകൾക്കും കുറ്റകൃത്യങ്ങൾക്കും വെറുതെയുള്ള അപവാദ പ്രചാരണങ്ങൾ, സൈബർ ലിഞ്ചിങ് പോലെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം കൂടെ വരുമ്പം അവസാനം ആത്മഹത്യകളിലേക്ക് നയിക്കുന്നതുകൊണ്ട്, അതുപോലെ തന്നെ അപകടങ്ങളിലേക്ക് പോകുന്നതുണ്ട്, സാമ്പത്തിക നഷ്ടങ്ങളിലേക്ക് പോകുന്നതുണ്ട്. ഇപ്പോൾ ഇതെല്ലാം ഉണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്നിപ്പം നമുക്കിപ്പം കാലിക പ്രാധാന്യമായിട്ട് ഇപ്പം കറൻ്റ്ലി ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ലോൺ ആപ്പുകളാണ്. ഇപ്പം ആ സൈബർ ഇടങ്ങളിൽ മുൻപ് ഇല്ലാതിരുന്ന, പഴയകാലത്ത് നമുക്കറിയാം കൈവായ്പയായിട്ട് നാട്ടുകളിൽ കൂടിയൊക്കെ വട്ടിപ്പലിശയ്ക്ക് ആളുകൾ വന്ന് വീടുകളിൽ കൊണ്ട് വീട്ടമ്മമാരുടെയും അതുപോലെ തന്നെ ആളുകൾക്കും പൈസ കൊടുത്ത്, രാവിലെ പൈസ കൊടുത്ത് വൈകിട്ട് പലിശയോടുകൂടി മേടിക്കുന്നവരും, അല്ലെങ്കിൽ വൈകുന്നേരം ഒരാഴ്ചയ്ക്കുള്ളിൽ ആഴ്ചപ്പിരിവ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണാറുണ്ടായിരുന്നു. അതേ സാധനം തന്നെ ഇന്നിപ്പോൾ ഡിജിറ്റൽ മേഖലയിലേക്ക് മാറിയിരിക്കുക. പക്ഷേ അവിടെ ഒരു പ്രത്യേകത ഉണ്ടാകുന്നത്, വരുന്നയാളെ നമുക്ക് അറിയാമായിരുന്നു, ഇങ്ങനെ ഒരാളുണ്ട്, ഈ വരുന്നയാളുണ്ട്, അയാൾ ഭീഷണിപ്പെടുത്താൻ വന്നാൽ പോലും ഇങ്ങനെ ഒരാൾ വരുന്നുണ്ട്, നമുക്ക് ആരാണ് ഭീഷണിപ്പെടുത്തുന്നത് കാണാനും അയാളെ വേണ്ടി വന്നാൽ പിടിച്ചു നിർത്താനോ അല്ലെങ്കിൽ അയാൾക്ക് നേരിട്ടൊരു പരാതി കൊടുക്കാനോ പറ്റുമായിരുന്നു. ഡിജിറ്റൽ തട്ടിപ്പ് വന്നപ്പോഴത്തേക്കുള്ള പ്രശ്നം, ഈ ലോൺ തരുന്ന ആരാണ്, ലോൺ ആപ്പ് തരുന്ന ആൾ മനുഷ്യനാണോ, അത് ഇവിടെ നിൽക്കുന്ന ആളാണോ, കേരളത്തിലുള്ളതാണോ, ഇന്ത്യയിലുള്ളതാണോ, വിദേശത്തുള്ളതാണോ എന്നറിയത്തില്ല, അത് ഏത് കമ്പനിയാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. സാർ ഇത് പറയുമ്പോഴേ ഇപ്പം ഈ കഴിഞ്ഞ സാർ പറഞ്ഞ പോലെ ഈ അടുത്ത ദിവസങ്ങളിൽ ഒന്ന് അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥിയുടെ മരണം, അതിന് 2 ഭാഗങ്ങളാണ് വളരെ വിമർശനാത്മകമായിട്ട്. ഒന്ന്, അവിടുത്തെ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ജാതി അധിക്ഷേപം, നിറത്തിൻ്റെ പേരിലും അവരുടെ അച്ഛൻ്റെ ജോലിയുടെ പേരിലൊക്കെ അധിക്ഷേപിച്ചു എന്നുള്ളത്. രണ്ടാമത്തത് ആ കുട്ടിയെടുത്ത ലോൺ ആപ്പ്, അത് ലോൺ ആപ്പ് വഴി എടുത്ത വായ്പ, അതുമായി ബന്ധപ്പെട്ട ഭീഷണി, ഈ 2 സംഗതി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഫോണിലേക്ക് അടക്കം നിരന്തരമായി മെസ്സേജുകൾ വരുന്നുണ്ട്. അത് ഈ താങ്കൾക്ക് ഇത്ര രൂപ ഞങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്, ഒരു സംഗതികളും വേണ്ട, എത്രയും പെട്ടെന്ന് എടുക്കുക. ശരിക്കും നമ്മുടെ പുതിയ തലമുറയിലുള്ള ഒരുപാട് സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നവരാണ്. കാരണം അവർക്ക് ക്യാഷ് ആവശ്യമാണ്. അവരുടെ അടുത്ത സുഹൃത്തുക്കൾക്കും മറ്റൊക്കെ അവരുടെ അച്ഛനും അമ്മയൊക്കെ ധാരാളം കാശ് കൊടുക്കുന്നു, ഇവർക്കിതില്ല. അപ്പം മുമ്പ് ഇത്തരം കുട്ടികളൊക്കെ പലപ്പോഴും പോയിരുന്നത് ഈ മറ്റ് ക്രൈമുകൾ ചെയ്യാൻ, മോഷണം അടക്കമുള്ളതിലേക്ക് നമ്മളെപ്പോഴും പറയേണ്ട ഈ കുറ്റവാളികളെ കുറിച്ച് പറയുമ്പോൾ അവർ എപ്പോഴും പണം സ്വന്തം ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സഫലീകരിക്കാൻ വേണ്ടിയിട്ട് പണം കണ്ടെത്താൻ വേണ്ടിയാണ് മോഷണങ്ങൾക്ക്. ഇപ്പം ഇവരുടെ മുമ്പിൽ മോഷണത്തിനൊന്നും പോകണ്ട, അവൻ്റെ മൊബൈലിലേക്ക് ഈ മെസ്സേജുകൾ, ശരിക്കും അതൊരു വലിയൊരു ചതിക്കുഴിയല്ലേ? തീർച്ചയായിട്ടും. ഈ ഡിജിറ്റൽ ലോൺ ആപ്പുകൾ എന്ന് പറയുന്നത് നമുക്കതിനകത്ത് 2 തരത്തിലുള്ളതുണ്ട്. ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ആപ്പുകളുണ്ട്, പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ചതിക്കുഴികളുള്ള ഈ ഡിജിറ്റൽ തട്ടിപ്പുകളായിട്ടുള്ള ലോൺ ആപ്പുകളാണ്. അത് ഈ പറഞ്ഞ പോലെയാണ്, ഒരു ആവശ്യക്കാരനായിട്ട് വരുമ്പോഴത്തേക്കും ഇപ്പം ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നവരാണെങ്കിലും അതുപോലെ തന്നെ ചിലപ്പോൾ തൊഴിൽ അന്വേഷകരാണെങ്കിലും വീട്ടമ്മമാരാണെങ്കിലും പലപ്പോഴും ഇവർക്കും ചെറിയ എമൗണ്ടുകളായിരിക്കും അവർക്ക് അത്യാവശ്യം. അതൊരു എമർജൻസി ആയിരിക്കും. ഒരു 5000 രൂപയുടെ ആവശ്യം, ഒരു 10000 രൂപയുടെ ഒരു ആവശ്യം, ആ പെട്ടെന്നൊരു ആവശ്യം വരുന്നു, അല്ലെങ്കിൽ ഒരു 3000 രൂപയുടെ ഒരു ആവശ്യം വരുന്നു. ഈ ആവശ്യം നിറവേറ്റാനായിട്ട് ഇവർക്ക് കഴിയാതെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഇപ്പം നമ്മുടെ ഈ ടെക്നോളജിയുടെ ഒരു പ്രത്യേകത, ഇപ്പം നമ്മൾ ഈ മൊബൈൽ ഫോണിലൊക്കെ നമ്മളിപ്പം സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നു. ഇപ്പം നിങ്ങൾ ഈ നമ്മളുടെ AI ഉള്ളതുകൊണ്ട് പലപ്പോഴും ChatGPT മറ്റടക്കമുള്ള പല ഇതും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ വോയിസ് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഡിവൈസ്. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫോണിൽ നമ്മുടെ മൈക്രോഫോൺ പല ആപ്പുകളും നമ്മളറിയാതെ അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം നമുക്കൊരു പൈസ ആവശ്യമുണ്ട്, നമ്മൾ വേറൊരാളുടെ ഫോൺ വിളിച്ചാൽ പറയുന്നത് എനിക്ക് ഇച്ചിരി പൈസ കടം കിട്ടുമോ എന്ന് ചോദിച്ചാൽ പോലും, അല്ലെങ്കിൽ നമ്മുടെ വോയിസ് മെസ്സേജ് ഇട്ട് ഒരാളോട് വാട്സപ്പിൽ ചോദിക്കുക എനിക്ക് പൈസ തരുമോ എന്ന് ചോദിക്കുമ്പോൾ പോലും ഒരു പക്ഷേ നമ്മളറിയാതെ തന്നെ ഇത് AI വെച്ചിട്ട് തന്നെ ഇത് ഡിറ്റക്ട് ചെയ്യും. അതായത് അത്യാവശ്യക്കാരൻ ഉടൻ തന്നെ നമുക്ക് 2 പരസ്യം വരികയാണ്. അപ്പം നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മളിപ്പോൾ ഒരു റെയിൽവേ ടിക്കറ്റോ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റോ ചെക്ക് ചെയ്താൽ സെക്കൻഡിൽ തന്നെ നിങ്ങൾക്ക് ഒരു 100 കണക്കിന് അഡ്വർടൈസ്മെന്റ് വരിക. അപ്പം ഏത് വിഷയത്തെ പറ്റി ഒരു സെർച്ച് കൊടുത്താൽ അപ്പം തന്നെ നമുക്ക് എന്ന് പറഞ്ഞ പോലെ നമ്മൾ സംസാരിക്കുന്നത് ഇപ്പം ഈ മൈക്രോഫോൺ ഡിറ്റക്ട് ചെയ്യുന്നതുകൊണ്ട് പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഇതിലേക്ക് പ്രോംപ്റ്റ് ചെയ്ത് വരിക. ഇത് ലോൺ ആപ്പ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട്, നോ ഡോക്യുമെന്റ്, ഒരു ഇൻസ്റ്റന്റ് ലോൺ ആപ്പ് നിങ്ങൾക്ക് 5000 രൂപ 10000 രൂപ നിങ്ങൾക്ക് തരാം, ഒരു രേഖയും വേണ്ട. അപ്പം പെട്ടെന്ന് അവൻ വീഴും, കാരണം ആവശ്യക്കാരനാണ്. അപ്പം അത് കണ്ടു ഉടൻ തന്നെ അതിലേക്ക് ക്ലിക്ക് ചെയ്യുന്നു, ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി, ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഇൻസ്റ്റാൾ ചെയ്യുമ്പം അവിടെയാണ് അപകടം വരുന്നത്. ഈ ഇൻസ്റ്റലേഷൻ സമയത്ത് നമ്മളുടെ ഒരു ഫോണിലേക്ക് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പം
നമ്മളൊരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഏത് ആപ്പാണെങ്കിലും നമ്മൾ അഗ്രി ചെയ്യണം. ആ ടേംസ് ആൻഡ് കണ്ടീഷൻസിനകത്ത് അവർ പറയുന്ന പല കണ്ടീഷൻസും ഉണ്ട്. നമ്മൾ നോക്കാറില്ല, നമ്മൾ വായിച്ചു നോക്കത്തില്ല. നമ്മൾ നോക്കത്തില്ല. അതിൽ അവർ പറയുന്ന പ്രധാന കാര്യം, ഒന്ന്, നിങ്ങളുടെ കോൺടാക്ട് ഞങ്ങൾ ആക്സസ് ചെയ്യും, നിങ്ങളുടെ ലൊക്കേഷൻ ഞങ്ങൾ ആക്സസ് ചെയ്യും, നിങ്ങളുടെ മൈക്രോഫോൺ ഞങ്ങൾ ഉപയോഗിക്കും, നിങ്ങളുടെ ക്യാമറ ഞങ്ങൾ ഉപയോഗിക്കും, നിങ്ങളുടെ ഗാലറി ഞങ്ങൾ വ്യൂ ചെയ്യും, നിങ്ങൾക്ക് വരുന്ന മെസ്സേജുകൾ ഞങ്ങൾ ഓട്ടോ റീഡ് ചെയ്യും. ഇങ്ങനെ കുറേ ലിസ്റ്റഡ് കണ്ടീഷൻ ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. ഇത് വേണമെങ്കിൽ നമുക്ക് ഡിസേബിൾ ചെയ്യാം ഓരോന്നോരോന്നായിട്ട്. ഇത് ആരും നോക്കാൻ പോകില്ല. കാരണം ഒരു എമർജൻസി സിറ്റുവേഷൻ നിൽക്കുന്നതുകൊണ്ട് ഇത് ഡിസേബിൾ ചെയ്യാതെ ഇതെല്ലാം എനേബിൾ ചെയ്യും. ചില കാര്യങ്ങൾ ഡിസേബിൾ ചെയ്ത് ഇത് വർക്കും ചെയ്യത്തില്ല. അപ്പം നമ്മളിത് എസ് കൊടുത്ത് 1-2 പ്രാവശ്യം വർക്കാവുന്നില്ലെന്ന് കാണുമ്പോൾ നമ്മളെല്ലാം കൂടെ ചേർത്തിട്ട് എസ് കൊടുക്കും. ആ എസ് കൊടുക്കുന്നതോടുകൂടി അപ്പോൾ ഇവരുടെ മനസ്സിൽ അവർ നമ്മളോട് കൺസെൻറ്റ് കൊടുത്തു നമ്മുടെ ഈ ഫോൺ ഉപയോഗിക്കാനും ഗാലറി ഉപയോഗിക്കാനും നമ്മുടെ കോൺടാക്ട് ലിസ്റ്റ് ഉപയോഗിക്കാനും എല്ലാം അവരുടെ ഈ പെർമിഷൻ അവരെടുത്ത് വെച്ചിരിക്കുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നത്, ഈ 7 ദിവസത്തിനുള്ളിൽ പൈസ അടച്ചില്ലെങ്കിൽ അത് തന്നെ പൈസ, ഇവരുടെ ഒരു തട്ടിപ്പെന്ന് പറഞ്ഞാൽ 5000 രൂപ കിട്ടുന്നവന് 5000 രൂപ കിട്ടത്തില്ല. പ്രോസസ്സിംഗ് ഫീ ആയിട്ട് 1000 മുതൽ 1500 രൂപ അവർ എടുക്കുക. എന്നാലോചിച്ച് നോക്കണം, 5000-ന് 1000 രൂപ പ്രോസസ്സിംഗ് ഫീ, അല്ലെ 1500 രൂപ ആയിട്ട് 3500 രൂപ കൈ കിട്ടും. എന്നിട്ട് തിരിച്ചടയ്ക്കുമ്പം 5500 അടയ്ക്കണം. അപ്പം ഏതാണ്ട് 2000 രൂപയാണ് 7 ദിവസം കൊണ്ട് തിരിച്ചടയ്ക്കേണ്ടത്. അപ്പം അത് അടയ്ക്കാതെ വരുമ്പോഴത്തേക്കും ആദ്യം വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു. ആദ്യം ഒരു ചെറിയ ഓഫർ ഇടും, ഞങ്ങളെ വീണ്ടും ഒരു ലോൺ തരാമെന്ന് പറയും. ഒരു ലോണല്ല 2 ലോൺ കൊടുക്കും. കാരണം ഒരു ലോണിന് തിരിച്ചടയ്ക്കാൻ പറ്റില്ല. അപ്പം 5000 എടുത്തവന് വീണ്ടും ഒരു 10000 കൊടുക്കും. 10000 കിട്ടുമ്പം അവൻ്റെ ഈ രണ്ടും കൂടെ 7000 കിട്ടുമ്പം ആദ്യത്തെ ലോൺ തിരിച്ചടയ്ക്കും. അടുത്ത ആഴ്ച വീണ്ടും 20000 എടുക്കണം. ഇതാണ് ഈ 5000 എടുക്കുന്ന ഒരാൾ 1 മാസം കൊണ്ട് 1 ലക്ഷക്കണക്കിന് രൂപയുടെ കടക്കാരനായി മാറുന്നത്. ഇങ്ങനെയാണ്. ഇത് കൊടുക്കാതെ വരുമ്പോഴത്തേക്കും അവർ കോൺടാക്ട് ലിസ്റ്റ് എടുത്ത് വെച്ചിരിക്കുകയാണ്. ആദ്യ റൗണ്ട് കോൺടാക്ട് ലിസ്റ്റിലുള്ളവർക്ക് മെസ്സേജ് പോകും, ഹീസ് എ ചീറ്റർ, ഹീസ് എ ഫ്രോഡ്സ്റ്റർ, ഇയാൾ ഫ്രോഡാണ്, തട്ടിപ്പുകാരനാണ് എന്ന് പറഞ്ഞു കൊടുക്കും. സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ഇവരുടെ പേരുമൊക്കെ വെച്ചിട്ട് ഷീസ് എ ബാഡ് വുമണെന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഫോൺ നമ്പറും വെച്ചിട്ട് ഐ എം അവൈലബിൾ ഫോർ സോ ആൻഡ് സോ റേറ്റ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മോശപ്പെടുത്തി അയക്കുക. അല്ലെങ്കിൽ മോർഫ് ചെയ്തിട്ട് ന്യൂഡ് ഫോട്ടോസ് ആക്കി അയക്കുക. ഇങ്ങനെ ഒരു ഭീഷണി. അപ്പം ആദ്യം ഇത് അയക്കത്തില്ല, ഇത് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് തന്നെ അയച്ചു തരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഭീഷണിയാകും, പേടിക്കും. അപ്പം എവിടെ നിന്നെങ്കിലും കടം മേടിച്ചുകൊണ്ട് പൈസ അടയ്ക്കും. അടയ്ക്കാതെ വന്നു കഴിഞ്ഞാൽ ഇവർ അവിടെ തന്നെ റിലീസ് ചെയ്യും. അവിടെയാണ് ഈ ചിലർ പലപ്പോഴും ഈ അപമാനം ഭയന്നിട്ട് ആത്മഹത്യയിലേക്ക് പോവുക, അല്ലെങ്കിൽ മറ്റു കുറ്റകൃത്യങ്ങളിലേക്ക് പോകുന്നതൊക്കെ വരുന്നതാണ്. അപ്പോൾ ഈ തട്ടിപ്പുകൾ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് പ്രധാന വിഷയം. ഒന്ന്, നമുക്ക് ഒരു രേഖയുമില്ലാതെ ഒരു ആപ്പ് കൊണ്ട് നമുക്ക് പൈസ തരാമെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം ഇതെന്തോ തട്ടിപ്പാണ്. 2, ചെറിയ എമൗണ്ട് മാത്രമായിരിക്കും ഇവരുടെ ഓഫറുകൾ. 3, ഈ കമ്പനിയുടെ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ റേറ്റിംഗ്സും അതിൻ്റെ റിവ്യൂകളോ നോക്കിയാൽ തന്നെ ഇതിനെപ്പറ്റിയുള്ള നെഗറ്റീവ് റിവ്യൂകൾ കാണും. അതല്ലെങ്കിൽ ചില ആപ്ലിക്കേഷന് പോസിറ്റീവ് റിവ്യൂ മാത്രമേ കാണുള്ളൂ. അതിൻ്റെ അർത്ഥം പെയ്ഡ് റിവ്യൂ ആണ്. അതെ. പിന്നെ ഉള്ളത്, ഇവരുടെ ഇന്ത്യയിൽ എവിടെയാണ് ഇതിന് ഓഫീസ് എന്നുള്ള ഒരു അഡ്രസ്സ് കാണത്തില്ല. ഒരു ഫിസിക്കൽ അഡ്രസ്സ് ഇതിനകത്ത് ഉണ്ടാവത്തില്ല, വെബ്സൈറ്റോ ഫിസിക്കൽ അഡ്രസ്സോ കാണത്തില്ല. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു റെഡ് ഫ്ലാഗുകളാണ്. പിന്നെ ഇവർ ഇന്ത്യൻ ഓഫീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊരു ഇന്ത്യൻ ഗ്രീവൻസ് ഓഫീസർ വെക്കണമെന്നുണ്ട്. അതൊന്നും ഇതിനകത്ത് ഉണ്ടാവില്ല. പിന്നെ ഇത് ഏറ്റവും പ്രധാനം, ഇതൊരു NBFC ആണോ, അതായത് നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനിയായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് മാത്രമേ മണി ലെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ഇന്ത്യയിലെ നിയമം. അപ്പോൾ ആ നിയമത്തിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം? RBIയുടെ വെബ്സൈറ്റിൽ പോയാൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികളുടെ ലിസ്റ്റ് അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആപ്പ് അതിൽ വരുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ അതിൽ ഉൾപ്പെടാതെ ഒരു ആപ്പ് മാത്രം ആയിട്ട് ലോൺ കൊടുക്കാൻ പറ്റില്ല. ആപ്പ് ഒരു മിഡിൽ ഏജൻസി മാത്രമാണ്. ആ ആപ്പിൻ്റെ പിന്നിൽ രജിസ്റ്റേർഡ് ആയിട്ടൊരു ബാങ്കോ അല്ലെങ്കിൽ ഒരു NBFC ഉണ്ടാവണം. ഇത് രണ്ടും ഇല്ലാതെയാണ് ഈ ഇത്തരം തട്ടിപ്പ് ആപ്പുകളെല്ലാം പ്രവർത്തിക്കുന്നത്. പലതും വിദേശത്തായിരിക്കും പലതിൻ്റെയും രജിസ്ട്രേഷൻ ഉണ്ടാവത്തില്ല, അതിൻ്റെ ലൊക്കേഷനൊക്കെ കാണിക്കുന്നത്. അപ്പം NBFC രജിസ്ട്രേഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ ബാങ്കിൻ്റേതല്ലാത്ത ആപ്പുകൾ ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു രേഖയില്ലാതെ പൈസ തരുന്നെന്ന് പറയുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഒരു ഇന്ത്യൻ ഓഫീസ് ഇല്ലാതിരിക്കുക, ഇന്ത്യൻ ഒരു ഗ്രീവൻസ് ഓഫീസർ ഇല്ലാതിരിക്കുക, ഒരു ഫിസിക്കൽ അഡ്രസ്സ് ഇല്ലാതിരിക്കുക, അതുപോലെ തന്നെ നമ്മളുടെ കോൺടാക്ട് ലിസ്റ്റും ഈ പറഞ്ഞ നമ്മളുടെ ഗാലറിയും അടക്കമുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് പോകുന്ന രീതിയിലുള്ള പെർമിഷൻ ചോദിച്ചാൽ ലെജിറ്റിമേറ്റ് ആപ്പുകൾ അതൊന്നും ചോദിക്കത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം ഇത്തരം കണ്ടീഷൻസ് വെച്ച് നമ്മൾ അവിടെ മനസ്സിലാക്കണം ഇതൊരു അപകടമാണ്. ഇനി അപകടത്തിൽ പെട്ടാൽ പലരും നമ്മൾ ആദ്യത്തെ സിറ്റുവേഷൻ നമ്മൾ എടുത്തു പോകും. എടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയാൽ, ഭീഷണിക്ക് വതണ്ടാവില്ല, ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തിയാൽ നമ്പർ ബ്ലോക്ക് ചെയ്യുക. ഈ പേയ്മെൻറ്റിന് പിന്നെ നിൽക്കേണ്ട കാര്യമില്ല. പേയ്മെൻറ്റ് ഇങ്ങനെയുള്ള തട്ടിപ്പുകാർക്ക് പിന്നെ കാശ് കൊടുത്തുകൊണ്ടിരുന്നാലും വീണ്ടും ഓരോ ഭീഷണി തുടരത്തും. അപ്പോൾ അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക, ഇമ്മീഡിയറ്റ് ആയിട്ട് പോലീസിന് കംപ്ലയിൻറ്റ് ചെയ്യുക. സൈബർ പോലീസ് പോർട്ടലുണ്ട്, സൈബറിൻ്റെ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലുണ്ട്, cybercrime.gov.in എന്ന് പറഞ്ഞ NCRPയുടെ പോർട്ടലിൽ ഓൺലൈനായിട്ട് ചെയ്യാം. 1930 എന്ന് പറഞ്ഞ നമ്പറിൽ പൈസ പോയിട്ടുണ്ടെങ്കിൽ വിളിച്ച് നമുക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട്.
ലോക്കൽ പോലീസ് സ്റ്റേഷനോ തൊട്ടടുത്ത സൈബർ പോലീസ് സ്റ്റേഷനോ കൊണ്ടുപോയി റിട്ടേൺ ആയിട്ടും കംപ്ലയിൻറ്റ് കൊടുത്ത് അതിന് പരിഹാരം തേടേണ്ടത്. ഒരിക്കലും ഇതിൻ്റെയൊക്കെ ഡോക്യുമെൻ്റ് നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ നമ്പറുകൾ സൂക്ഷിച്ച് വെക്കണം. വാട്സപ്പ് കോൾ ആണെങ്കിൽ അതിൻ്റെ നമ്പർ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ പേയ്മെൻറ്റ് കൊടുത്ത് ഭീഷണി ഒഴിവാക്കാൻ വേണ്ടി നിൽക്കരുത്. അല്ലെങ്കിൽ നമ്മളെ ഫോട്ടോ അയച്ചു കഴിഞ്ഞാൽ അതൊരു മറ്റൊരു കുറ്റകൃത്യമാണ്. ഭീഷണിപ്പെടുത്തുന്ന ഒരു കുറ്റകൃത്യമാണ്. നമ്മളുടെ ഫോട്ടോ മോർഫ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മറ്റൊരു കുറ്റകൃത്യമാണ്, സൈബർ കുറ്റകൃത്യമാണ്. അപ്പോൾ അതൊന്നും പരാതിപ്പെട്ട് പോവുക ചെയ്യേണ്ടത്. അത്തരത്തിൽ പേടിച്ച് പുറകോട്ട് പോവുക അല്ലെന്നുണ്ടെങ്കിൽ ആത്മഹത്യയിലേക്ക് പോവുകയോ അല്ലെങ്കിൽ നമ്മൾ നാണക്കേട് ഭയന്നോ മാറി നിൽക്കുകയുണ്ട്. അതിന് നമ്മൾ ഇതുപോലെ നിയമപരമായ നടപടിയിലേക്കാണ് പോകേണ്ടത്. സാറേ, ഇതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണ് ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്ന സാധനം. വളരെ വ്യാപകമായിട്ട് ഡിജിറ്റൽ അറസ്റ്റ് നടക്കുന്നു. ഒരുപാട് ആളുകൾ ആ ചതിക്കുഴി വീഴുന്നു. ഈ വീഴുന്നവരിൽ മഹാഭൂരിപക്ഷവും ബാങ്ക് ഉദ്യോഗസ്ഥന്മാര്, പ്രൊഫസർമാര്, ടെക്നോക്രാറ്റുകളൊക്കെയാണ്. ഈ സാധാരണക്കാരനല്ല വീഴുന്നത്. എനിക്ക് തോന്നുന്നത് അവര് സാധാരണക്കാരനെ ലക്ഷ്യം വെക്കുന്നില്ല. കാരണം കൂലിപ്പണിക്കാരൻ അവന്റെ അക്കൗണ്ട് ബാലൻസ് എന്താണെന്ന് അറിയുന്നതുകൊണ്ടും മാത്രമല്ല സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്നവനാണല്ലോ എപ്പോഴും എന്തെങ്കിലും അപമാന ഭാരത്താൽ വേഗം കീഴടങ്ങി കൊടുക്കുന്ന ആളുകൾ. കാരണം ചീത്തപ്പേര് വരരുത് എന്ന് ആഗ്രഹിക്കുന്നു. മറ്റവർക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അവർ സമൂഹത്തിൽ അങ്ങനെ ഒരു ഭയക്കുന്ന ഒരാളുകളല്ല. ശരിക്കും ഈ ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അത് ഇപ്പോൾ ഈ പുതിയ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു സൈബർ തട്ടിപ്പിൻ്റെ മറ്റൊരു വകഭേദമാണ്. ആദ്യമേ പറയുന്നത് ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞത് നിയമപരമായിട്ട് ഇല്ല. ഇന്ത്യയിൽ നിലവിൽ എനിക്ക് തോന്നുന്നു ലോകത്തൊരിടത്തും ഡിജിറ്റൽ അറസ്റ്റ് എന്നൊരു സംവിധാനമില്ല. പോലീസിൻ്റെ അറസ്റ്റ് എന്ന് പറഞ്ഞ് പോലീസല്ല ഏത് അന്വേഷണ ഏജൻസിയുടെ അറസ്റ്റ് എന്ന് പറയുന്നത് നിയമപരമായിട്ടുള്ളത് ഫിസിക്കൽ അറസ്റ്റുകളാണ്. നമ്മളെ വെർച്വൽ അറസ്റ്റ്, ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനം ഇല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ വാക്ക് ആദ്യം കേട്ടാൽ തന്നെ മനസ്സിലാക്കുക ഇത് തട്ടിപ്പാണ്. നിങ്ങളെ ഞങ്ങൾ വെർച്വൽ അറസ്റ്റ് നിർത്തിയിരിക്കുകയാണ്, നിങ്ങൾ അണ്ടർ ഡിജിറ്റൽ അറസ്റ്റാണ് എന്ന് പറഞ്ഞൊരു കോള് വന്നാൽ വിളിക്കുന്നയാൾ CBI ഉദ്യോഗസ്ഥൻ എന്ന് പറയും, കസ്റ്റംസ് എന്ന് പറയും, നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ എന്ന് പറയും, മുംബൈ പോലീസോ ഡൽഹി പോലീസോ UP പോലീസ്, വിവിധ സ്ഥലത്തുള്ള ഒരു ഏജൻസികൾ എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. അല്ല ചിലപ്പോൾ എൻഫോഴ്സ്മെൻ്റ് ആണെന്ന് പറയും. അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴും ചിന്തിക്കേണ്ടത് നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ് എന്ന് ഒരു വാക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ വെച്ച് ഫോൺ കട്ട് ചെയ്യുക, മനസ്സിലാക്കുക ഇതിറ്റ്സ് തട്ടിപ്പാണ്. ഇന്ത്യയിൽ അങ്ങനെ ഒരു സംവിധാനമില്ല. ഇവരൊരിക്കലും കേരള പോലീസ് എന്ന് പറയില്ല. ഇല്ല, ഒരു കേരള പോലീസ് എന്ന് പറയുന്നുണ്ടോ മറ്റ് സംസ്ഥാനത്ത് പറയാമായിരിക്കും. ഇവിടെ പറയത്തില്ല. കാരണം ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ആക്സസ് ഉണ്ടല്ലോ. ഇവരെപ്പോഴും എന്ന് വെച്ചാൽ ഒരു 2 സ്റ്റേറ്റ് വിട്ടിട്ടായിരിക്കും ഇത്തരം കോളുകൾ വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആദ്യമേ ഡിജിറ്റൽ അറസ്റ്റ് എന്ന് കേട്ടാൽ അല്ലെങ്കിൽ വെർച്വൽ അറസ്റ്റിലായി എന്ന് പറയുമ്പോൾ തന്നെ ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കി ഫോൺ കട്ട് ചെയ്ത് തുടർന്ന് ഇതിനകത്ത് ഏറ്റവും ഇവരുടെ ഒരു പ്രത്യേകത നമ്മളെ ഫോൺ കോളിൽ നിലനിർത്തിക്കൊണ്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ ഡിജിറ്റൽ അറസ്റ്റുകാരുടെ ഒരു മാനസിക ഒരു സൈക്കോളജിക്കൽ ആയിട്ട് നമ്മളെ ഒരു താഴ്ത്തി നിർത്തുകയാണ്. നമ്മൾ ആദ്യത്തെ ആ ഭാഗം ഓവർകം ചെയ്താൽ നമ്മുടെ പൈസ പോകത്തില്ല. അതായത് നിങ്ങൾ അണ്ടർ അറസ്റ്റാണെന്ന് പറയുമ്പോൾ തന്നെ അത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കി ഫോൺ കട്ട് ചെയ്ത് പിന്നെ വരുന്ന കോളുകൾ പല നമ്പരിൽ നിന്ന് വിളിക്കും. എടുക്കാതിരുന്നാൽ തന്നെ നമുക്ക് പോകും. ഇവരുടെ ഒരു ടെൻഡൻസി അവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളെ കൺവിൻസിങ് ആക്കി വരും. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വന്ന ഒരു ഡോക്ടറായിരുന്നു. ആ ഡോക്ടർക്ക് വന്നൊരു കോളിൽ അതിൽ പൈസ അവർ എന്തായാലും ലക്കിന് പോയില്ല. അപ്പോൾ ഡോക്ടറെ ഫോൺ വിളിച്ചിട്ട് പറയുന്നു നിങ്ങളുടെ ഫോൺ നമ്പരും ആധാർ നമ്പറും ഉപയോഗിച്ചിട്ട് ഇവിടെ മുംബൈയിൽ ഒരു ഫെഡെക്സ് വഴി ഒരു പാഴ്സൽ അയച്ചിരുന്നു. ആ പാഴ്സലിനകത്ത് MDMA ഉണ്ടായിരുന്നു. ആ MDMA ഡിറ്റക്ട് ചെയ്തതുകൊണ്ട് ഇവിടെ നാർക്കോട്ടിക്സ് ഡിറ്റക്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് റെഫർ ചെയ്തിരിക്കുകയാണ്. ഇപ്പം മുംബൈ പോലീസിൻ്റെ അടുത്താണ് ഇപ്പം ഞങ്ങളുടെ ഇവിടെ FIR ഇട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇവർ പറഞ്ഞു ലേഡിയാണ് ഡോക്ടർ പറയുന്നു ഞാനിങ്ങനെ ഒരു പാഴ്സൽ അയച്ചിട്ടില്ല. ഇപ്പോൾ ഞാനിവിടെ ഈ പറഞ്ഞ രീതിയിൽ ഒരു പാഴ്സൽ ഞാനൊന്നും അയച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം അവർ പറയുന്നു ഓക്കെ ചിലപ്പം അപ്പം അവരുടെ അടുത്ത ചോദ്യം മാഡത്തിൻ്റെ ആധാർ നമ്പർ ഇതാണോ? അപ്പോൾ ആധാർ നമ്പർ അതാണ്. ഫോൺ നമ്പർ ഇതാണോ? അതെ. അപ്പോൾ അടുത്ത ചോദ്യം മാഡം ഒരുപാട് തട്ടിപ്പൊക്കെ ഇപ്പം നടക്കുന്നുണ്ട്. മാഡം എവിടെയെങ്കിലും ഈ ആധാർ നമ്പർ ഉപയോഗിച്ച് എവിടെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഫോൺ നമ്പർ എവിടെയെങ്കിലും മറ്റു ഇടത്തും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടും നമ്മൾ ആധാർ നമ്പർ പല സ്ഥലത്ത് കൊടുക്കും, ഫോൺ നമ്പറും കൊടുക്കും. അപ്പോൾ അവർ പല ഓപ്ഷൻസ് ആവശ്യം. നിങ്ങൾ വല്ല പാസ്പോർട്ട് എടുക്കാനോ വെരിഫിക്കേഷനോ പാസ്പോർട്ട് പുതുക്കാനോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ ഇടങ്ങളിലോ എവിടെയെങ്കിലും കൊടുത്തോന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാം യെസ് പറയും. കാരണം എവിടെയെങ്കിലും നമ്മൾ ആധാർ ഉപയോഗിക്കാതിരിക്കത്തില്ല ഏതെങ്കിലും. അപ്പം അവർ പറഞ്ഞ് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, പക്ഷേ അവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ആധാർ എടുത്തിട്ട് നിങ്ങളുടെ പേരിൽ വ്യാജമായിട്ട് ഇങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരാരെങ്കിലും ഇത് ചെയ്തതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ ശരിയാണെന്ന് വിചാരിക്കുക. കാരണം വെച്ചാൽ പോലീസാണെന്ന് പറഞ്ഞ് സംസാരിക്കുന്നു, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പറയുകയാണ്. അപ്പോൾ പറയുന്നത് മാഡം നിങ്ങളല്ല എന്നിപ്പോൾ ഏകദേശം മനസ്സിലായി. അപ്പോൾ ഇവർ പറഞ്ഞു ഞാൻ ഡോക്ടറാണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളല്ല ഇത് ചെയ്തിട്ടുള്ളതെന്ന് ഇപ്പോൾ ഏകദേശം ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ IDയും ആധാർ നമ്പറും ഫോൺ നമ്പറും ഉണ്ട്. FIRനകത്ത് നിങ്ങളുടെ പേരാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു FIR നമ്പരും ഒക്കെ ഇവർ പറഞ്ഞു കൊടുക്കുന്നു.
അപ്പം ഒരു പ്രശ്നമുള്ളത് ഈ കേസ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങളിവിടെ വരേണ്ടി വരും. മുംബൈ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം അടിയന്തരമായിട്ട്. നിങ്ങൾ ഇന്ന പോലീസ് സ്റ്റേഷൻ മുംബൈയിലുള്ള ഇന്ന പോലീസ് സ്റ്റേഷനിലേക്ക് വരിക എന്ന് പറയും. അപ്പോൾ അന്ന് കഴിഞ്ഞാൽ നമുക്കത് ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാം, പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ അവർ പറയുന്നത് ഞാൻ കേരളത്തിലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്ന് ഒരു കാര്യം ചെയ്യും, മാഡം ഫോൺ കട്ട് ചെയ്ത് ഫോണിൽ നിൽക്കി, ഞാൻ എൻ്റെ സീനിയർ ഓഫീസർക്ക് കൊടുക്കാം. അപ്പോൾ വീഡിയോ കോളിൽ വരാൻ പറഞ്ഞു. അപ്പോൾ ഇവർ വിചാരിച്ച് ഇനി അങ്ങോട്ട് പോകണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോ കോളിൽ തരാൻ പറഞ്ഞു. വീഡിയോ കോളിൽ നിന്നുകൊണ്ട് സീനിയർ ഓഫീസറായിട്ട് ഒരാൾ വരുന്നു, യൂണിഫോമിലാണ്. അദ്ദേഹം വരുന്നു, വന്ന് സംസാരിക്കുന്നു. ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ കാര്യമൊക്കെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയർ അനുസരിച്ചിട്ട് ഇത് കുറേ മയക്കുമരുന്ന് ശൃംഖല ഒരുപാട് പൈസകൾ തട്ടിപ്പ് നടക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ അക്കൗണ്ടിൽ ഒന്നും ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ട്രാൻസാക്ഷൻ നടന്നിട്ടില്ല എന്ന് ഞങ്ങൾക്ക് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ നമുക്ക് ഈ കേസിൽ നിന്ന് പെട്ടെന്ന് ഒഴിവാക്കി വിടാം. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് എത്ര അക്കൗണ്ട് ഉണ്ട് ആ ഡീറ്റെയിൽസ് പറയണം. ആ അക്കൗണ്ട് നമ്പറുകൾ കാണിച്ചു തരിക. ഈ അക്കൗണ്ട് നമ്പറിലുള്ള ബാലൻസ് എമൗണ്ടിൽ ട്രാൻസാക്ഷൻ ഒന്നും ഇത് മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ടതല്ല എന്ന് ഞങ്ങൾക്ക് പ്രൂവ് ചെയ്താൽ മാത്രം മതി. അപ്പം നിങ്ങളുടെ ഭാഗം സേഫ് ആവും. അപ്പോൾ അതിന് ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ അക്കൗണ്ടുകൾ. ഇപ്പോൾ ഇവരുടെയൊക്കെ 3 അക്കൗണ്ട് ഉണ്ടായിരുന്നു. ഇവർ 3 അക്കൗണ്ട് ആദ്യം കാണിച്ചു കൊടുത്തു, ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്തു, 3 അക്കൗണ്ട് നമ്പർ പറഞ്ഞു കൊടുത്തു. ഓരോന്നിനെയും ബാലൻസ് ചെയ്തു. ഒരെണ്ണത്തിൽ ഒരു 80,000, ഒരെണ്ണത്തിൽ ഒരു 1.5 ലക്ഷം രൂപയും, ഒരെണ്ണത്തിൽ ചെറിയ എമൗണ്ട് ഉണ്ട്, 2.5 ലക്ഷം മിച്ചം പൈസയുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു ഇത് തൽക്കാലത്തേക്ക് ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ഒരു പെട്ടെന്നൊരു പ്രൊസീജിയറാണ്. ഞങ്ങളിത് ഒരു കോടതി മോണിറ്റർ ചെയ്യുന്ന ഒരു അക്കൗണ്ട് ഉണ്ട്. ഈ അക്കൗണ്ടിലേക്ക് ഈ ഫണ്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് വെക്കണം. അത് ടെമ്പററി ആണ്, അത് നമ്മൾ എടുക്കുന്നില്ല. ഈ അന്വേഷണം കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഈ മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട കേസല്ല എന്ന് ഞങ്ങൾ പ്രൂവ് ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്ക് പൈസ തിരിച്ചിടാം. അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഈ പൈസ ട്രാൻസ്ഫർ ചെയ്യണം എന്ന് പറഞ്ഞപ്പം ഇവർക്ക് പെട്ടെന്നൊരു സംശയം തോന്നി. അവർ പറഞ്ഞു ഞാനൊന്ന് ആലോചിക്കാം. ഇല്ലല്ല, അതിനുള്ള സമയമില്ല, പെട്ടെന്ന് തന്നെ ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് പിന്നെ കേസ് ഞങ്ങൾ കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ നേരിട്ട് അവിടെ വരേണ്ടി വരും എന്ന് പറഞ്ഞു. ഇവരിതിനിടയിൽ ഗൂഗിൾ പേ ട്രൈ ചെയ്യുകയും ചെയ്തു. ഗൂഗിൾ പേ ട്രൈ ചെയ്തപ്പം ഭാഗ്യത്തിന് വർക്ക് ചെയ്തില്ല ഗൂഗിൾ പേ. അന്നത്തെ ദിവസം അവരെന്തോ ഒരു ഓൾറെഡി ഗൂഗിൾ പേ ലിമിറ്റ് കഴിഞ്ഞങ്ങാണ്ട് നിൽക്കുമായിരുന്നതുകൊണ്ട് അവർക്ക് പറ്റില്ല. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്യാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഇപ്പം തന്നെ ലൈവ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു എമർജൻസി വന്നപ്പം ഇവർക്കൊരു സംശയം തോന്നിയതുകൊണ്ട്, ഇവർക്ക് എന്നെ പരിചയം ഉണ്ടായിരുന്നത് വേറൊരു കണക്ഷൻ വഴി പരിചയമുള്ളതുകൊണ്ട് ഇവരെന്തായാലും ആ ഫോൺ കട്ട് ചെയ്തിട്ട് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു പാനിക്കായിട്ടാണ് സംസാരിക്കുന്നത്. 2 മണിക്കൂർ നേരം കഴിഞ്ഞിട്ടാണ് ഈ കോൾ വന്നത്. 2 മണിക്കൂറോളം ഇവരിങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇത്രയും കാര്യങ്ങളും പാസ്ബുക്ക് അടക്കം എടുത്തുകൊണ്ട് ലൈവായിട്ട് അവർ കാണിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ നിൽക്കുകയാണ് എമർജൻസി. അപ്പം ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു തട്ടിപ്പാണെന്ന് പറഞ്ഞു. പിന്നീട് കുറച്ച് സംസാരിച്ച ശേഷം പിന്നീട് നമ്മൾ ആ നമ്പർ ബ്ലോക്ക് ചെയ്തിട്ട് എന്തായാലും അവരുടെ പൈസ പോയില്ല. അപ്പോൾ അവിടെ ഞാൻ ആലോചിക്കുന്നത് കൺവിൻസ് ചെയ്യിക്കുന്ന ഒരു റീസണായി തുടങ്ങി. അതായത് നിങ്ങളെ കേസാണ്, മറ്റാരോ നമ്മളെ തട്ടിച്ചതാണെന്ന് പറഞ്ഞ് നിങ്ങളെ സഹായിക്കാനെന്നുള്ള രീതിയിൽ നിങ്ങൾ കോടതിയിൽ മോണിറ്റർ ചെയ്യുന്ന ഒരു അക്കൗണ്ടിലേക്ക് പൈസ ഇടാണ്. ഇതേ സംഭവം ഇവിടെ പല പ്രമുഖരായ വ്യക്തികൾക്കും സംഭവിച്ചിട്ടുണ്ട്. അവരോട് എല്ലാം പറയുന്നത് എന്താണ്, ഒന്നെങ്കിൽ നിങ്ങൾ ജെയിൻ ഹവാല തരത്തിലുള്ള ഹവാല കേസിൽ നിങ്ങളുടെ അക്കൗണ്ട് ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ നേരത്തെ റഷീദ് സൂചിപ്പിച്ച കറക്റ്റാണ്. ഇത് തട്ടിപ്പിനിടയാവുന്ന കൂടുതലും സാമ്പത്തിക സ്രോതസ്സുള്ളവരാണ്. ഒന്നെങ്കിൽ റിട്ടയർഡ് ഹാൻഡായിട്ട് അവരുടെ റിട്ടയർമെൻറ്റ് പൈസ എല്ലാം മൊത്തം ബാങ്ക് അക്കൗണ്ടിലുണ്ടാവും, അതല്ലെങ്കിൽ പെൻഷൻ പൈസ അവരുടെ കയ്യിലുണ്ടാവും, അതല്ലെങ്കിൽ ഫോറിൻ മക്കളൊക്കെ വിദേശത്തൊക്കെ ഉള്ള ഒരു ഫോറിൻ ട്രാൻസാക്ഷൻ വരുന്നവരായിരിക്കും. അപ്പോൾ ഇങ്ങനെ അക്കൗണ്ടുകളിൽ പുറത്തുനിന്നൊക്കെ ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ ഇവരോട് പറയുന്നത് നിങ്ങൾക്ക് വന്ന ഒരു വിദേശ ട്രാൻസാക്ഷനിലെ എമൗണ്ട് ഈ ഒരു ഹവാല മണിയായിട്ട് ലിങ്ക് ചെയ്തതാണ്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ അക്കൗണ്ടിൽ ഫോറിൻ ട്രാൻസാക്ഷൻ ഉണ്ടാവും. ചിലരുടെ മക്കൾ വന്നതായും ചിലർ പുറത്തു പോയിട്ടുണ്ടാവും. അപ്പോൾ അവർ പഠിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളതിൽ പെട്ടതല്ല, പക്ഷേ ഇതിൽ വന്ന ഒരു മണി ലിങ്ക് ചെയ്ത് വന്നു പോയതാണ്. അപ്പോൾ അത് നിങ്ങൾ ഒഴിവാക്കാം. അപ്പോൾ ഇതിൽ ഇത്ര ലക്ഷം രൂപ എത്രയുണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട്, അപ്പോൾ ഇത്ര ലക്ഷം കിടപ്പുണ്ട്. അപ്പോൾ അത് തിരിച്ച് അടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കേസ് ഒഴിവാകും. അല്ലെങ്കിൽ നിങ്ങൾ അറസ്റ്റിലേക്ക് നിൽക്കുകയാണെന്ന് പറഞ്ഞ് ഡിജിറ്റൽ അറസ്റ്റ് ചെയ്ത് നിർത്തിക്കൊണ്ട് ഒന്നെങ്കിൽ ഈ പറഞ്ഞ ഫെഡെക്സ് സ്കാം പറഞ്ഞിട്ട് MDMA അല്ലെങ്കിൽ നാർക്കോട്ടിക്സ് ഉണ്ടെന്നും പറഞ്ഞ പാഴ്സലിലേക്ക് പറയുക. 2 ഹവാല ഉൾപ്പെട്ടിട്ടുള്ള പണി നിങ്ങൾ ഉൾപ്പെട്ടിട്ടെന്ന് പറയുക. 3 ഈ ഏതെങ്കിലും എന്താ പറഞ്ഞത് ഒബ്സീൻ അല്ലെങ്കിൽ ഇന്നപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ നമ്മുടെ ഫോൺ നമ്പർ ഉപയോഗിച്ചിട്ട് നമ്മൾ എവിടെയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അല്ലെ അത്തരം സൈറ്റുകൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസിൽ പെട്ടിട്ടുണ്ടെന്ന് പറയുക. 4ാമത് ഇതിനകത്ത് വേറൊരു ചിൽഡ്രൻ അണ്ടർ അറസ്റ്റ് എന്ന് പറയും. പേരൻസിനോട് പറയുന്നത് കുട്ടികൾ പുറത്ത് വിദേശത്തോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ മാതാപിതാക്കളെ വിളിച്ചിട്ട് പറയുന്നത് നിങ്ങളുടെ കുട്ടിയെ മറ്റു 2-3 പേരോടൊപ്പം ചേർത്ത് ഞങ്ങളിവിടെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അവരുടെ ഒരാളുടെ ബാഗിൽ നിന്നും കുറച്ച് നാർക്കോട്ടിക്സ് കണ്ടുപിടിച്ചു. അപ്പം പേരൻസ് ആണല്ലോ, കുട്ടികളെ പേടിക്കും. അപ്പം പേടിച്ച് അറസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ പേടിക്കും. സാധാരണഗതിയിൽ പകൽ സമയത്ത് ഇവർ കോളേജ് ടൈമിലൊന്നും കുട്ടികളെ വിളിച്ചാൽ അവർ ഫോൺ എടുക്കത്തില്ല. അപ്പോൾ വിളിച്ചാൽ കിട്ടുന്നുമില്ല.
അപ്പോൾ ഇവർ പേരിപ്പിച്ച് പറയുകയാണ് കുട്ടികളെ അവിടെ നിർത്തിക്കുക. അപ്പം നമ്മൾ പേരൻസ് പറയുന്നത് ഇതിനും എനിക്ക് റിയൽ എക്സാമ്പിൾ ഉണ്ട്. ഒരു പേരൻറ്റ് പേടിച്ചിട്ട് പാനിക്കായിട്ട് അവരുടെ കുട്ടിയെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ ഹൈദരാബാദിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഉടൻ തന്നെ പേരൻറ്റ് പറയുന്നു എൻ്റെ മോനെ ഒരിക്കലും അത് ചെയ്യൂല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ശരിയാണ്, ഞങ്ങൾ ആ കുട്ടിയായിട്ട് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞു ഞാനിതിൻ്റെ കൂടെ വണ്ടിയിൽ കയറിയെന്നേ ഉള്ളൂ, അവനിതിനകത്ത് നിരപരാധിയാണ്, മറ്റുള്ളവരായിരുന്നു പ്രതി, ഞങ്ങൾക്കത് മനസ്സിലായതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ വിളിക്കുന്നത്, അവനെ ഞങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ഈ പറഞ്ഞ പോലെ ഒരു എമൗണ്ട് കൊടുക്കാൻ പറയുന്നു. ചിലപ്പോൾ പൈസ കൊടുത്ത് മാറ്റുന്ന സംവിധാനം ഇല്ലയെന്ന് ആദ്യം ചിന്തിക്കുന്നില്ല. അപ്പം പെട്ടെന്ന് 1 ലക്ഷം രൂപ ഇട്ട് കൊടുക്കുക എന്ന് പറയുകയാണ്. അതല്ലെന്നുണ്ടെങ്കിൽ അവിടെയും പറയുകയാണ് അവൻ്റെ പൈസ ഒന്നും അവൻ്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ ഇട്ട് കൊടുത്ത പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഇവൻ മയക്കുമരുന്നിൻ്റെ പൈസ ഒന്നും ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തണം, അപ്പം നിങ്ങളുടെ അക്കൗണ്ട് കാണിച്ചു കൊടുക്കാം. ഇങ്ങനെ കുട്ടികളെ അറസ്റ്റ് ചെയ്യാം. ഈ കുട്ടികളുടെ അറസ്റ്റിനകത്ത് ഇപ്പം വേറൊരു ടെക്നിക്ക് കൂടി അവർ ഉപയോഗിക്കുന്നുണ്ട്, AI. അതായത് ഒരു കേസിനകത്ത് ഈ കുട്ടിയുടെ സൗണ്ടിൽ സംസാരിക്കുകയാണ് പേരൻറ്റിനോട്, അമ്മ എന്നെ രക്ഷിക്കണം എന്നും പറഞ്ഞിട്ട്, അല്ലെ അച്ഛൻ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അവർ AI വെച്ചിട്ട് കുട്ടിയുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ നിന്ന് അവരുടെ റീൽസിനകത്തുനിന്ന് അവൻ്റെ വോയിസ് എടുത്തിട്ട് അതേ വോയിസ് ക്രിയേറ്റ് ചെയ്ത് കേൾപ്പിക്കുകയാണ്. അപ്പം കൂടുതൽ വിശ്വസനീയമാണ്. അപ്പം ഇങ്ങനെ ഈ 3-4 തരത്തിലുള്ള ഡിജിറ്റൽ അറസ്റ്റ് കൂടെ ഉണ്ട്. ഈ ഡിജിറ്റൽ അറസ്റ്റിൽ ആദ്യം എല്ലാവരും മനസ്സിലാക്കുക ഇത് തട്ടിപ്പാണ്. ഡിജിറ്റൽ അറസ്റ്റിനകത്ത് 1 രൂപ പോലും നമ്മുടെ അക്കൗണ്ടിലെ പൈസ, ഒന്ന് നമ്മൾ പൈസ കൊടുത്താൽ ഈ കേസുകൾ തീരത്തില്ല. ഒരു FIR നമ്മുടെ പേരിലുണ്ടെങ്കിൽ ഒരിടത്തും കാശ് കൊടുത്ത് തീരുന്ന സംവിധാനം കേരളത്തിലോ ഇന്ത്യയിലോ ഇല്ല. 2, നമ്മുടെ അക്കൗണ്ടിലെ പൈസ സുപ്രീം കോടതി മോണിറ്റർ ചെയ്യുന്ന അക്കൗണ്ടെന്നോ ഹൈക്കോടതി മോണിറ്റർ ചെയ്യുന്ന അക്കൗണ്ടെന്നോ പറഞ്ഞാൽ അങ്ങനെ ഒരു അക്കൗണ്ടേ ഇല്ല. കോടതികൾ അങ്ങനെ ഒരു അക്കൗണ്ട് മോണിറ്റർ ചെയ്യുന്നില്ല. മാത്രമല്ല ഇവർ ഇടാൻ പറയുന്നതൊക്കെ പ്രൈവറ്റ് നമ്പറിലേക്കാണ്. നമ്മൾ ചെക്ക് ഒരു ഒഫീഷ്യൽ സർക്കാർ ഒരിക്കലും ഒരു സർക്കാർ ഏജൻസിയും ഒരു പ്രതിയെ വിളിച്ചിട്ട് നിങ്ങൾ പൈസ ഇടാൻ പറയുന്ന സംവിധാനം ഇന്ത്യയിലില്ല. അപ്പം ആ പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറയുമ്പോൾ തന്നെ അത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കുക. 3, ഈ പറഞ്ഞ തരത്തിൽ നമ്മുടെ പേരിൽ നമ്മളറിയാതെ ഒരു സ്കാം ചെയ്താൽ അവർക്ക് വിദേശത്ത് ബോംബെയിൽ നിന്ന് നമ്മളെ അറസ്റ്റ് ചെയ്യണമല്ലോ. അവരെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ കേരളത്തിൽ നിന്ന് നമ്മുടെ പോലീസിന്റെ സഹായത്തോടു കൂടിയോ അല്ലെ അവരെ നേരിട്ട് വന്നോ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ പൈസ ട്രാൻസ്ഫർ. ഇനി പൈസ പോയാൽ പലപ്പോഴും ഇവരുടെ എമർജൻസി സാഹചര്യത്തിൽ ചിലർ ട്രാൻസ്ഫർ ചെയ്യും. പൈസ പോയാൽ ഇതിലൊരു ഗോൾഡൻ അവേഴ്സ് ഉണ്ട്. ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഇപ്പം ഈ അക്രോസ് ഇന്ത്യയിൽ 1930 എന്ന് പറഞ്ഞൊരു നമ്പറുണ്ട്, 1930. ഈ നമ്പർ ഒരു ടോൾ ഫ്രീ നമ്പറാണ്. ഇതിൽ വിളിച്ച് നമ്മൾ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്, നമ്മൾ പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും നമ്മൾ എന്തൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഡീറ്റെയിൽസും എല്ലാം കൂടെ ചേർത്തിട്ട് അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, കാരണം ഇതൊരു ബാങ്കിങ് സ്റ്റാഫുകളും ബാങ്കിങ്ങിൻ്റെ നോഡൽ ഓഫീസേഴ്സും പോലീസും എല്ലാം കൂടെ ചേർന്നിട്ടൊരു ഗ്രൂപ്പാണത്. അപ്പോൾ ഈ മെസ്സേജ് ചെല്ലുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ആ ലെയർ പോയിരിക്കുന്ന എവിടെയൊക്കെയാണ് ഈ പൈസ പോയിരിക്കുന്നത് അത് ബ്ലോക്ക് ചെയ്യും. അങ്ങനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ പൈസ റിവേഴ്സ് ചെയ്യാം. പോലീസ് കംപ്ലയിൻറ്റ് വന്നു കഴിയുമ്പോഴത്തേക്കും ഈ വേറെ അക്കൗണ്ടിലേക്കൊക്കെയാണ് പോയിരിക്കുന്നെങ്കിൽ ആ പൈസ തിരിച്ച് നമുക്ക് അക്കൗണ്ടിലേക്ക് തിരിച്ച് കിട്ടാൻ സാധിക്കും. അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ കാത്തുകരിക്കാതെ മാനക്കേടെന്നോ അല്ലെങ്കിൽ നാണക്കേടെന്നോ ഭയന്നിരിക്കാതെ ഉടൻ തന്നെ 1930 വിളിച്ചില്ല കംപ്ലയിൻറ്റ് ചെയ്യുക. ഫോളോ അപ്പ് ചെയ്തിട്ട് cybercrime.gov.in പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക. തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയിട്ടാണെങ്കിൽ പോലീസ് കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് മാർഗം. പിന്നെ പൈസ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ഈ നേരത്തെ പറഞ്ഞതുപോലെയുള്ള മുൻകരുതലുകൾ നമ്മൾ അവെയർ ആയിട്ടിരിക്കുക. ഡിജിറ്റൽ അറസ്റ്റ് എന്നോ എന്ത് പറഞ്ഞാലും നമ്മുടെ അക്കൗണ്ടിലെ 1 രൂപയെങ്കിലും അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്ന ഒരു അന്വേഷണ ഏജൻസിയും വരുമ്പോൾ തന്നെ മനസ്സിലാക്കുക ഇത് തട്ടിപ്പാണ് എന്നുള്ളത്. ഇതുപോലെ സാറ് വേറൊന്ന് ഇൻവെസ്റ്റ്മെന്റ് തട്ടിപ്പുകളുണ്ടല്ലോ, ഇപ്പം സ്റ്റോക്ക് തട്ടിപ്പ് എന്നൊക്കെ പറയുന്ന പോലെ ഓൺലൈനിലെ അതും ഇതുപോലെ വളരെ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. അതും ഈ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ അഭ്യസ്ത വിദ്യരായിട്ടും പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് പോകുന്ന മറ്റൊരു തട്ടിപ്പാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ സാമ്പത്തിക എമൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്കാം നടക്കുന്നത് ഈ ഇൻവെസ്റ്റ്മെന്റ് സ്കാംസ് ആണ്. ആ ഇൻവെസ്റ്റ്മെന്റ് സ്കാംസ് കൂടുതലും സ്റ്റോക്ക് മാർക്കറ്റിനെ കേന്ദ്രീകരിച്ചിട്ടൊക്കെയാണ്. ഇത് ഒരു പ്രത്യേക രീതിയിലാണ്. അപ്പം വാട്സപ്പ് ഗ്രൂപ്പുകൾ, ടെലിഗ്രാം ഗ്രൂപ്പുകൾ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് ചില ആഡ് പോലെ വരും. അത് വരുന്നത് ഒരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടോ ഒക്കെ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൽ താല്പര്യമുണ്ടോ, 1 മാസം കൊണ്ട് നിങ്ങൾക്ക് പണം ഇരട്ടിക്കാം, അല്ലെങ്കിൽ 3 മാസം കൊണ്ട് ഇരട്ടിക്കാം, ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വളരെ അട്രാക്റ്റീവ് പാക്കേജ് പോലത്തെ ഒരു ആഡായിരിക്കും വരുന്നത്. അപ്പോൾ ഈ മിക്കവാറും എവിടെയെങ്കിലുമൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ടുള്ള ആളുകൾക്കാണ് ഇത് വരുന്നത്. ഈ മിക്കവാറും സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ സെർച്ച് ചെയ്ത് പല ആളുകളും അടുത്ത ഓഹരിയെ പറ്റിയൊക്കെ സെർച്ച് ചെയ്തിട്ടുള്ളവരായിരിക്കും. ഇങ്ങനെയൊക്കെ ശകലം പൈസ ഉള്ളവരായിരിക്കും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അവർക്ക് വരുന്ന മെസ്സേജിനകത്ത് വന്നു കഴിഞ്ഞിട്ട് ഇവർ സെബി അപ്രൂവ്ഡ് റെപ്രസെൻറ്റേറ്റീവ് അല്ലെന്നുണ്ടെങ്കിൽ റിസർവ് ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഏതെങ്കിലും നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഒരു വീഡിയോ ഇതിനകത്ത് കാണിക്കും.
അത് പ്രൊഫഷണലായിട്ട് സംസാരിക്കുന്ന രീതിയിൽ ആൺകുട്ടിയും പെൺകുട്ടികളും ഒക്കെ ആയിട്ട് അവർ വളരെ ആധികാരികമായിട്ട് പറയും, ഇത് ഇന്ന പോലെ ഒരു സ്കീമാണിത്, ഈ സ്കീമിൽ നിങ്ങൾ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഇത് ഇത്ര രീതിയിൽ ഇത് ഇരട്ടിക്കും. അത് ഭയങ്കര അവർ നമ്മൾക്ക് കൺവിൻസിങ് ആകുന്ന രീതിയിൽ ഒരു വീഡിയോ ഇതിനകത്ത് ഷെയർ ചെയ്യും. അത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു ഗ്രൂപ്പിനകത്ത് നമ്മളെ ആഡ് ചെയ്യും. ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ വീഡിയോ ഒക്കെ കണ്ടു കഴിയുമ്പോൾ ഇതിനകത്ത് ഒരുപാട് പേര് എൻഡോഴ്സ് ചെയ്യും. ഞാൻ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തു, എനിക്ക് ഇത്ര ദിവസം കൊണ്ട് ഇത് കിട്ടി എന്ന് പറഞ്ഞ് ഒരുപാട് പേര് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് എനിക്കെല്ലാം ഇത് ലാഭം കിട്ടി, എനിക്ക് ലാഭം കിട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇത് നോക്കിക്കളയാം. ഇതിൻ്റെ കൂടെ മറ്റൊരു വ്യാപകമായിട്ട് പോകുന്നൊരു തട്ടിപ്പുണ്ട്. അതായത് സെൻട്രൽ ഫിനാൻസ് മിനിസ്റ്ററുടെ പടം വെച്ചിട്ട് അവർ പറയുന്ന വീഡിയോ ആയിട്ട്, അതായത് നിർമ്മലാ സീതാരാമൻ മാഡം സംസാരിക്കുന്ന രീതിയിൽ നിങ്ങൾ ഏതാണ്ട് 21,000 രൂപ നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് എത്ര ലക്ഷം രൂപ തിരിച്ചു കിട്ടുന്ന ഒരു മന്ത്ലി വരുമാനം ഉണ്ടാക്കാം എന്നും പറഞ്ഞിട്ട് ഒരു വ്യാജ വീഡിയോ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഒരു വീഡിയോയിൽ മാഡവും സുധാമൂർത്തി, മറ്റേ ഇൻഫോസിസിന്റെ സുധാമൂർത്തി, ഇവർ രണ്ടും കൂടെ ചേർന്നിട്ടുള്ള നിൽക്കുന്ന ഒരു വീഡിയോയിൽ ഒരുമിച്ച് സംസാരിക്കുന്നതുകൊണ്ട് ഇത് ഫേക്കാണെന്നുള്ളത് പലർക്കും അറിയാതെ ഇപ്പോഴും അത് ശരിയാണെന്നുള്ള ധാരണയിൽ അതിൻ്റെ താഴെ പോയി ലിങ്ക് പോയി ക്ലിക്ക് ചെയ്യുന്നവരുമുണ്ട്. അപ്പം ഇങ്ങനെയുള്ള നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോകൾ വെച്ച ശേഷം ആ വീഡിയോ കണ്ട് ചിലർ ആദ്യം ഒന്നാമത് പരീക്ഷിക്കാം. ഒരു ചെറിയ എമൗണ്ട്, ഒരു 10,000 രൂപ കൊണ്ട് ഇട്ട് നോക്കും. ഈ 10,000 ഇടുമ്പോൾ ഇവരെന്താണെന്ന് വെച്ചാൽ ഇവർ ആ ഒരു പ്രത്യേക ആപ്ലിക്കേഷൻ നമ്മളോട് ഡൗൺലോഡ് ചെയ്യാൻ പറയും. ആ ഡൗൺലോഡ് ചെയ്യുന്ന ഇതിനകത്ത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന പൈസ അതിനകത്ത് കാണിക്കും. എന്നിട്ട് അതിൻ്റെ ഗ്രോത്തും കാണിക്കും. നമ്മൾ പറയും നിങ്ങൾ ഓരോന്ന് ചെക്ക് ചെയ്തോളാം. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പം ഡെയിലി ഇത് ഭയങ്കര ഇൻക്രീസ് ചെയ്യുന്ന 1 വീക്ക് 2 വീക്സ് കഴിയുമ്പോഴത്തേക്കും ഈ 10,000 ചിലപ്പോൾ 20,000 ആയിട്ടുണ്ടാവും. ഈ 20,000 നമ്മൾ വിഡ്രോ ചെയ്യാൻ ശ്രമിച്ചാൽ 20,000 കിട്ടും. അപ്പോൾ അടുത്ത തവണ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും ഒരു 20 ഇടും. 20 ഇടുമ്പം അടുത്ത തവണ അത് 40 ആയിട്ട് ചിലപ്പോൾ കിട്ടും. ഇങ്ങനെ 40 ഇടുമ്പം 80 കിട്ടും. ഇത്രയാകുമ്പോഴത്തേക്കും ഇയാൾക്കൊരു വിശ്വാസമായി. ഇവരെ പിന്നെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇനി അവർ ഇടുന്ന പൈസ വിഡ്രോ ചെയ്യത്തില്ല, ഇനി അത് കൂട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ ഇതിങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണിക്കും. അപ്പോഴാണ് കൂടുതൽ എമൗണ്ട് കിടക്കുന്ന ബാങ്കിലെ ഫിക്സഡ് ഡെപ്പോസിറ്റ്, പണയം വെച്ച പൈസ, അതുപോലെ തന്നെ മറ്റ് വസ്തുവിൻ്റെ പൈസ, ഇതെല്ലാം എടുത്ത് വലിയ എമൗണ്ടുകൾ കൊണ്ടുപോയിട്ട് ക്രോർസ്, കേരളത്തിൽ 7.5 കോടി നിക്ഷേപിച്ച ഒരു ഡോക്ടർ ഫാമിലി ഉണ്ട്. ആ 7.5 കോടി കൊടുത്തിട്ടുണ്ട്. ആ 7.5 കോടി രൂപ വരെ നിക്ഷേപിച്ച് കഴിഞ്ഞിട്ടാണ് അവർ തട്ടിപ്പാണെന്ന് മനസ്സിലായത്. അതിൽ പല പ്രമുഖ വ്യക്തികളും ഉണ്ട്. നമ്മൾ പ്രത്യേകം പറയുന്നത് ശരിയല്ല. പല ആളുകളും ഇത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇവരോടെല്ലാം ഇവർ വിഡ്രോ ചെയ്യാൻ ചെല്ലുമ്പോൾ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ വലിയ എമൗണ്ട് ആകുമ്പോൾ വിഡ്രോ ചെയ്യാൻ പറയും അത് ഇപ്പം വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല, അതിൻ്റെ ഒരു മച്യൂരിറ്റി പീരീഡ് കുറച്ചുകൂടെ വേണ്ടത്. അപ്പം നമ്മൾ പറയില്ല, എനിക്കൊരു അത്യാവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, 30% അതിന് ടാക്സ് അടയ്ക്കണം. അപ്പം ചോദിക്കും അതിനകത്ത് ഡിഡക്ഷൻ പറ്റത്തില്ല, നിങ്ങൾ 30% അടച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പൈസ മൊത്തം കിട്ടുള്ളൂ. അപ്പം സ്വാഭാവികമായിട്ടും ഒരാൾ നോക്കുമ്പോഴും അയാൾ 1 കോടി ഇട്ടിട്ടുണ്ടെങ്കിൽ അയാൾക്ക് 3 കോടി രൂപ ഓൾറെഡി ചിലപ്പം കാണിക്കുമായിരിക്കും. അപ്പോൾ 3 കോടി ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ അയാൾക്ക് ലാഭമുണ്ട്, 2 കോടി രൂപ ലാഭത്തിൽ നിൽക്കുകയാണ്. അപ്പം 30%, ഒരു 30 ലക്ഷം കൂടെ അയാൾ അതിനകത്തിടുന്നു 1 കോടിക്ക്. അപ്പോൾ ആ 30% ടാക്സ് അടച്ചു കഴിയുമ്പം അവർ പറയുകയാണ്, അല്ലെങ്കിൽ മൊത്തം ഉള്ളതിന് 30% ടാക്സ് അടച്ചു കഴിയുമ്പോഴത്തേക്കും പറയും 2 മണിക്കൂറിനുള്ളിൽ പൈസ വരുന്നു. 2 മണിക്കൂറായിട്ട് പൈസ വരാകുമ്പോൾ മെസ്സേജ് ഇടും, പറയും സോറി, ഇതൊരു കറൻസി കൺവേർഷൻ്റെ പൈസ കൂടെ വേണം, കാരണം ഇത് ഡോളറിലാണ് ഈ നിക്ഷേപം കിടക്കുന്നത്. അപ്പോൾ അതിനൊരു 15% കൺവേർഷൻ ചാർജ് കൊടുക്കും. വീണ്ടും അങ്ങനെ ഒരു 15% കഴിയുമ്പോൾ 2 മണിക്കൂറിന് വരും. പിന്നെ നമ്മൾ വിളിച്ചാലും കിട്ടത്തില്ല, മെസ്സേജ് കിട്ടും. അതായത് ആദ്യം പൈസ പോയവൻ്റെ കയ്യിൽ നിന്ന് തന്നെ വീണ്ടും തട്ടിച്ച് പൈസ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ഇതിൻ്റെ റെഡ് ഫ്ലാഗ് കണ്ടുപിടിക്കാം. ഒന്ന്, നമ്മുടെ ഇന്ത്യയിലെ ഒരു നിക്ഷേപവും ഒരു 10%, 12% മുകളിൽ നമുക്ക് ഉറപ്പ് പറഞ്ഞാൽ, ഈ നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും അതുപോലെ തന്നെ SIP ഒക്കെ ചാൻസസ് പറയും. അതായത് അവർ ഒരിക്കലും ഉറപ്പല്ല പറയുന്നത്. ചിലപ്പം നിങ്ങൾക്ക് 15 മുതൽ 20% വരെ കിട്ടാം. പക്ഷെ അവിടെയും അവർ റിസ്ക് ഫാക്ടർ എടുത്ത് പറയുന്നു. ഇവരൊരിക്കലും റിസ്ക് പറയത്തില്ല. നിങ്ങൾക്ക് 30% റിട്ടേൺസ് ഉറപ്പ്, 50% റിട്ടേൺസ് ഉറപ്പ്, 100% റിട്ടേൺസ് ഉറപ്പ് എന്നുള്ള രീതിയിലുള്ള വാഗ്ദാനങ്ങൾ വരുമ്പോഴേ മനസ്സിലാക്കുക തട്ടിപ്പാണ്. കാരണം ഒരു ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒരു 10% കൂടുതൽ ഉറപ്പ് പറയുവാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. ജെന്യൂൻ ബിസിനസ് വെച്ച് ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. ഒരു ബാങ്കിങ് സംവിധാനം RBI ഗൈഡ്ലൈൻസ് അനുസരിച്ച് അത് കൂടുതൽ പലിശ കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവരുടെ പൈസ എടുത്ത് വേറെ അടുത്ത് വരുന്നവരുടെ പൈസ ആയിരിക്കും നമുക്ക് തരുന്നത്. അപ്പോൾ ഈ തരത്തിലുള്ള ഓഫറുകളിൽ അസന്നിഗ്ധമായിട്ട് പറയുക, ഉറപ്പിച്ചിത്ര പെർസെൻറ്റേജ് പറയുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മളതൊരു റെഡ് ഫ്ലാഗ് ആയിട്ട് മനസ്സിലാക്കും. 2, ഇവർ പറയുന്ന ആപ്ലിക്കേഷനുകൾ യഥാർത്ഥത്തിൽ ജെന്യൂനായിട്ട് ആ കമ്പനിയുടെ ആപ്പാണെന്ന് വെരിഫൈ ചെയ്യണം.
പലപ്പോഴും അവർ ലിങ്ക് അയച്ചു തന്നിട്ടായിരിക്കും നമ്മൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. വാട്സപ്പ് വഴിയോ ടെലിഗ്രാം വഴിയോ ഒക്കെ ആയിരിക്കും ഈ പകരം ഈ അത് പേരുള്ള കമ്പനി കാണും, സ്റ്റോക്കുള്ള കമ്പനി കാണും. ആ കമ്പനിയുടെ യഥാർത്ഥ സൈറ്റിൽ നമ്മൾ നേരിട്ട് പോയി നോക്കിയാൽ അവരുടെ യഥാർത്ഥ ആപ്പോ അല്ലെങ്കിൽ ഇത് കാണും. ഒരു അംഗീകൃത സ്റ്റോക്ക് ബ്രോക്കർ അല്ലാതെ ഒരിക്കലും ഇത്തരം നമ്മൾ പോയി ഏജൻസികളിൽ എടുത്ത് ഈ ആപ്പ് വഴി കൊടുക്കരുത്. അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് ഡിമാറ്റ് അക്കൗണ്ട് എടുത്തിട്ട് ബാങ്ക് വഴിയോ അല്ലെന്നുണ്ടെങ്കിൽ നേരിട്ടോ നമുക്ക് ട്രേഡ് ചെയ്യാം. അല്ലാതെ ഒരിക്കലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പം അത് സെബിയുടെ ലിസ്റ്റ് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവർ രജിസ്റ്റേർഡ് ആണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഉറപ്പുവരുത്താതെ ഒരിക്കലും വലിയ പൈസകൾ നമ്മൾ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളതല്ല. ഇവിടെയും പൈസ പോയാൽ എന്താ ചെയ്യേണ്ടത്? ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ പൈസ വിഡ്രോ ചെയ്യാൻ നേരത്ത് വീണ്ടും ടാക്സ് അടയ്ക്കണമെന്ന് പറയുമ്പം ഇന്ത്യയിൽ അങ്ങനെ ഒരു നിയമമില്ല. അതാദ്യം മനസ്സിലാക്കണം. അങ്ങോട്ട് ടാക്സ് അടച്ചിട്ട് നമുക്ക് പൈസ അവർ ഡിഡക്ട് ചെയ്തിട്ട് നമ്മുടെ പൈസ അവിടെ കിടക്കുമല്ലേ? അങ്ങനെയാണ് അത് ഡിഡക്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞല്ലോ. അത് ഡിഡക്ട് ചെയ്യാൻ പറ്റാത്ത എവിടെയുള്ള സോഴ്സിൽ നിന്ന് ഡിഡക്ട് ചെയ്യാൻ പറ്റും. അപ്പം ബാക്കിയെങ്കിലും കിട്ടുമല്ലോ. അതും തരുന്നില്ല. വീണ്ടും നമ്മുടെ കയ്യിലെ പൈസ വീണ്ടും അങ്ങോട്ട് ആവശ്യപ്പെടുമ്പോഴേ മനസ്സിലാക്കണം അവിടെ അപ്പം തന്നെ പരാതിയിലേക്ക് പോവുകയാണ് ചെയ്യേണ്ടത്. പൈസ കൊടുക്കാൻ വേണ്ടി നിൽക്കരുത്. 1930 ലോഗിൻ ചെയ്യുക, അല്ലെങ്കിൽ സൈബർ ക്രൈം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക, ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്യുക തുടങ്ങിയതാണ്. ഇതിനും ഒരു അവബോധമാണ്. ഇതിന് ഞാൻ പറഞ്ഞല്ലോ, വിദ്യാഭ്യാസമുള്ളവരും ബാങ്കിങ് ഉദ്യോഗസ്ഥർ, റിട്ടയർഡ് ഉദ്യോഗസ്ഥരും ഒക്കെ ആണ് ഇതിൽ ഇടപെടുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഒരു കൺവിൻസിങ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, ഇവിടെ ഒരു കുറച്ച് നമുക്ക് ഏത് കാര്യത്തിനകത്തും ഒരു സൗജന്യം അല്ലെങ്കിൽ പെട്ടെന്ന് പൈസ ആക്കാൻ കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മനുഷ്യൻ്റെ ഒരു ഗ്രീഡിനെ അവർ സൈക്കോളജിക്കലായിട്ട് ഉപയോഗിക്കുന്നു, പുതിയ രൂപത്തിൽ ഉപയോഗിക്കുന്നതാണ്. ഇതിന്റെ നേരത്തെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഈ പല പോലീസ് ഓഫീസർമാരടക്കം DGPമാർ IG മാരടക്കം വന്ന് അവരുടെ FBയിലിടും ഇങ്ങനെ ഫേക്കാണ്, പണം എന്റെ പേരിൽ പണം ആവശ്യപ്പെടും. എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെയാണ് തട്ടിപ്പുകൾ തുടങ്ങിയെന്ന് തോന്നുന്നു. സൈബർ ഇടത്തിലെ തട്ടിപ്പുകൾ ആദ്യം ഇങ്ങനെ കൊച്ചു അതായത് പോലീസ് ഓഫീസർമാരാകുമ്പോൾ കുറച്ച് ക്രെഡിബിലിറ്റി ഉണ്ടാവും. അവരുടെ യൂണിഫോം പടർത്തിട്ട് ഈ സഹായങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള കുറെ പേരെയും ഈ ഓഫീസർമാർ തന്നെ വന്ന് അവർ തന്നെ പരാതി കൊടുക്കുകയോ അത് ചെയ്തിട്ടുണ്ട്. ഇപ്പം സാറേ, ഏറ്റവും കൂടുതൽ ഈ സൈബർ ഇടത്തിൽ നടക്കുന്ന മറ്റൊരു തട്ടിപ്പ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കെതിരെയും സ്ത്രീകൾക്ക് ശരിക്കൊരു ഇപ്പം കുട്ടികൾ കോവിഡ് കാലത്താണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോണുകൾ, ഈ ഗാഡ്ജറ്റുകളൊക്കെ ഉപയോഗിച്ച് തുടങ്ങി. ഇപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. നമുക്കതിൽ നിന്ന് കുട്ടികളെ ഒരിക്കലും മാറ്റാൻ കഴിയില്ല. മാത്രമല്ല ഇപ്പോഴും വിദ്യാർത്ഥികൾക്ക് അവരെ സ്കൂളുകളാവട്ടെ കോളേജുകളാവട്ടെ അവരുടെ പ്രധാനപ്പെട്ട ഒന്ന് ഇപ്പോഴും സ്മാർട്ട് ഫോണാണ്. അത് ഇപ്പോഴും സ്കൂളുകളും ഉപയോഗിക്കുന്നുണ്ട്, അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ. ഒന്നാണ്. രണ്ടാമത്തത് സ്ത്രീകൾ ഒരുപാട് ചതിക്കപ്പെടുന്നുണ്ട്, സൈബർ ബുള്ളിങ് നടക്കുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ഇത് തിരിച്ചറിയാൻ, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് ഇതൊക്കെ തിരിച്ചറിയാൻ എന്തെങ്കിലും പെട്ടെന്ന് തിരിച്ചറിയാൻ മാർഗങ്ങളുണ്ടോ? കുട്ടികൾക്കും സ്ത്രീകൾക്കും എതിരെയാണ് ഏറ്റവും കൂടുതൽ സൈബർ ഇടങ്ങളിൽ ഈ സാമ്പത്തിക തട്ടിപ്പ് മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള കുറ്റകൃത്യമാണ്. അത് വളരെ ഗൗരവകരമായിട്ട് എടുക്കേണ്ടതാണ്. നമ്മുടെ നിയമങ്ങളും അതിനെ ഗൗരവകരമായിട്ടാണ് കാണുന്നത്. കാരണം പ്രത്യേകിച്ച് കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ, ഇപ്പം ഈ ഓൺലൈൻ ഇടങ്ങളിൽ കുട്ടികളെ ഗ്രൂം ചെയ്ത് കൊണ്ടുവന്ന് സെക്സ്റ്റോർഷൻ പോലെയുള്ള ഭീഷണികൾ വരുത്തി ബുള്ളിങ്, സൈബർ ബുള്ളിങ് പോലെ നടത്തുക, ഇങ്ങനെ കുട്ടികളിലേക്ക് വരുന്ന രീതിയിൽ ഒരുപാട് കുറ്റകൃത്യങ്ങൾ വരുന്നു. ഇത് പലപ്പോഴും ഇവിടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ സൈബർ എഡ്യൂക്കേഷൻ്റെ ഒരു പ്രാധാന്യം ഇതാണ്. രണ്ട് ഫാമിലിയിൽ നിന്നും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും രണ്ട് തരത്തിലും ഇടപെടലുകൾ വരേണ്ട ഒരു ഭാഗമാണ് കുട്ടികളുടെ കാര്യത്തിൽ. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഇത് തിരിച്ചറിയാൻ പറയും. ഈ കുട്ടികൾ സൈബർ ഗ്രൂമിംഗ് എന്ന് പറയും. സൈബർ ഗ്രൂമിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പം പൊതുവെ കുട്ടികൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പേരൻസിന് എല്ലാവരും തിരക്കുള്ളവരായിരിക്കും. അച്ഛനും അമ്മയും ജോലിക്കാരായിരിക്കാം, മുത്തശ്ശിയൊക്കെ പഴയ കാലത്തെ പോലെ വീട്ടിലുണ്ടാവണമെന്നില്ല. അപ്പോൾ കുട്ടികൾ കൂടുതലും ഒറ്റപ്പെട്ട് വളരുകയോ അല്ലെന്നുണ്ടെങ്കിൽ സിബ്ലിങ്സിൻ്റെ കൂടെ വളർന്നൊക്കെ ആയിരുന്നു വരുന്നത്. അപ്പോൾ ഈ കുട്ടികൾ പെട്ടെന്ന് ഓൺലൈൻ ഇടങ്ങളിൽ കയറുമ്പോഴത്തേക്കും ഒരേ ക്ലാസ്സിൽ അല്ലെ ആ ഏജ് ഗ്രൂപ്പിലുള്ള പ്രൊഫൈലുകളായിരിക്കും ഇത്തരം തട്ടിപ്പുകാർ ക്രിയേറ്റ് ചെയ്യുന്നത്. അവർ ക്രിയേറ്റ് ചെയ്തിട്ട് പതിയെ വന്നിട്ട് ഇവരെ ഭയങ്കരമായിട്ട് അങ്ങ് പ്രശംസിച്ചുകൊണ്ട് ഇവരിടുന്ന പോസ്റ്റിനൊക്കെ ഭയങ്കര പോസിറ്റീവ് കമൻറ്റ് കൊടുക്കുക, ലൈക്ക് കൊടുക്കുക, അവരുടെ ഡ്രസ്സിനെ പുകഴ്ത്തി പറയുക, അവരുടെ ഫോട്ടോസ് ഓരോന്നിനെയും പറയും നല്ല ഫോട്ടോ, അങ്ങനെ പറഞ്ഞ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആദ്യം ഒരു വിശ്വാസം നേടിയെടുക്കുക. പിന്നീട് ഈ കുട്ടിയെ അവരുടെ ഒരു കൺട്രോളിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് കൂടുതലായിട്ട് പതിയെ അടുത്ത ലെവലിൽ കുട്ടിയുടെ വീട്ടിലെ ആളുകളെ പറ്റി ചോദിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് എപ്പോഴാണ് കുട്ടി ഇത് ഓൺലൈൻ ഉപയോഗിക്കുന്നത്, സ്മാർട്ട് ഫോൺ സ്വന്തമായിട്ടാണോ ഉപയോഗിക്കുന്നത്, പേരൻസിൻ്റെ ആണോ എന്ന് ചോദിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ റൂമിൽ ഒറ്റയ്ക്കാണോ ഇരിക്കുന്നത്, കഥ അടച്ചിട്ടാണോ ഇരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം കുട്ടിയോട് ഓൺലൈൻ ഇടത്തിൽ തന്നെ ഈ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യുമ്പം
അടുത്ത ലെവലിൽ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഈ ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കാൻ അവരെ പ്രേരിപ്പിച്ചുകൊണ്ട് ഞാനത് ഒറ്റയ്ക്കാണ് ഉപയോഗിക്കുന്നത്, എനിക്കങ്ങനെ സംവിധാനമുണ്ട്. അപ്പം കുട്ടികളെ അങ്ങനെ സംസാരിച്ച് ഒരു ഗ്രൂം ചെയ്യും. പണ്ട് നമ്മൾ പറയും നമ്മൾ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ പോലെ ഈ ഒരു ഓൺലൈൻ ഗ്രൂമേഴ്സ് ഇവർ ഇങ്ങനെ ഗ്രൂം ചെയ്ത് കൊണ്ടുവന്ന് ഒറ്റയ്ക്കാക്കി സംസാരിപ്പിക്കുന്ന രീതിയിൽ കൊണ്ടുവന്ന ശേഷം കുട്ടികളുടെ ഫോട്ടോ ആദ്യം നോർമൽ ഫോട്ടോ ആവശ്യപ്പെടുന്നു. പിന്നീട് ആ കുട്ടികൾ നോർമൽ ഫോട്ടോയിൽ നിന്നും പിന്നെ കുട്ടികളോട് പറയും ഫാമിലി ഇല്ലാതെ ഒറ്റയ്ക്ക് ഇട്ട് തരാൻ പറയും. പിന്നെ അവരോട് പറയുന്നത് കുറച്ചുകൂടെ എന്താ പറഞ്ഞത് എക്സ്പോസീവായിട്ടുള്ള ഫോട്ടോസ് ചോദിക്കുക. അങ്ങനെ കൊടുക്കുന്നു. ഒരു കുറച്ച് ഭാഗമുള്ളൊരു ഫോട്ടോ കൊടുത്തിട്ട് വീണ്ടും അടുത്ത ഫുൾ ആയിട്ടുള്ള ഫോട്ടോ ചോദിക്കുമ്പോൾ, നേക്കഡ് ആയിട്ടുള്ള ഫോട്ടോ ചോദിക്കുമ്പോൾ കൊടുത്തില്ലെങ്കിൽ ആദ്യത്തെ ഫോട്ടോ അവർ എഡിറ്റ് ചെയ്ത് മോർഫ് ചെയ്ത ശേഷം ഇത് ഞാൻ ഇടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇവരെ കൊണ്ട് എടുപ്പിക്കുക. അല്ലെങ്കിൽ സെൽഫ് വീഡിയോ എടുപ്പിക്കുക. ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പം കുട്ടി പാനിക്കാവും. കാരണം ഇത് പബ്ലിഷ് ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്കും ഭീഷണിപ്പെടുത്തുന്നു. അവിടെ പിന്നെ സെക്സ്റ്റോർഷൻ എന്ന് പറയുന്ന ആ തരത്തിലേക്ക് പോവാണ്. ചിലപ്പോൾ പൈസ ആയിരിക്കും ആവശ്യപ്പെടുന്നത്, ചിലപ്പോൾ നേരിട്ട് കാണണമെന്നായിരിക്കും പറയുന്നത്. അപ്പോൾ അങ്ങനെ രീതിയിൽ അല്ലെങ്കിൽ വീഡിയോ കോളിൽ വന്ന് ലൈവായിട്ട് നിൽക്കാൻ പറയുന്നു. അപ്പോൾ അങ്ങനെ രീതിയിൽ ഭീഷണിപ്പെടുത്തി കുട്ടികളെ ഒരു സൈബർ ഇടത്തിൽ ചൂഷണം ചെയ്യുന്ന ഗ്രൂമിങ് പോലെയുണ്ട്. പിന്നെ ബുള്ളിങ് എഫക്റ്റുകളുണ്ട്. അതുപോലെ ഇന്ന് നമ്മളിപ്പം ഏറ്റവും കൂടുതൽ കേരളത്തിൽ പോലും നമ്മൾ കണ്ടിട്ടുണ്ട് P1 ഓപ്പറേഷൻ, കേരള പോലീസ് നടത്തുന്ന P1 ഓപ്പറേഷൻ ഉണ്ട്. സീസാം മെറ്റീരിയൽ. അപ്പം നമ്മൾ പഴയ കാലത്ത് നമ്മൾ ചൈൽഡ് പോർണോഗ്രഫി എന്ന് പറയുമായിരുന്നു. ഇപ്പം നമുക്ക് ആ വാക്ക് ഉപയോഗിക്കുന്നത് ഇന്റർനാഷണലി ഉപയോഗിക്കുന്നില്ല. അതൊരു പ്രോട്ടോക്കോളിൻ്റെ ഭാഗമാണ്. കാരണം പോർണോഗ്രഫി എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്തൊരു 2 പേരുടെ അല്ലെങ്കിൽ ഒരു സമ്മതത്തിൻ്റെ ഒരു കൺസെൻറ്റിൻ്റെ ഒരു ഭാഗം വരും. അതായത് ഒരാളുടെ അനുവാദത്തോടു കൂടി നടക്കുന്ന ഒരു കാര്യങ്ങളാണ് ഈ പോർണോഗ്രഫി എന്നുള്ള കൺസെപ്റ്റ് വരുന്നത്. പക്ഷെ കുട്ടികൾക്ക് ഒരു കൺസെൻറ്റ് കൊടുക്കാനായിട്ടുള്ള പറ്റത്തില്ല, നിയമപരമായിട്ട് കുട്ടികളെ സംബന്ധിച്ച് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുട്ടികളുടെ ചൈൽഡ് പോർണോഗ്രഫി പറഞ്ഞാൽ കുട്ടിയുടെ സമ്മതത്തോടു കൂടി ആണ് വന്നെന്നൊരു തോന്നൽ വരും. അതുകൊണ്ടാണ് ഇത് ഇന്റർനാഷണൽ പ്രോട്ടോകോൾ പ്രകാരം CP എന്നുള്ള വാക്ക് ചൈൽഡ് പോർണോഗ്രഫി ഉപയോഗിക്കുന്നില്ല. അത് നമ്മളിപ്പോൾ ഈ ഇന്ത്യയിലും 2024 ഒരു കേസിൽ, തമിഴ്നാടിൻ്റെ ഒരു കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വളരെ കൃത്യതയോടുകൂടി പറഞ്ഞു ഈ CP എന്നുള്ള വാക്ക് മാറ്റിയിട്ട് ചൈൽഡ് സെക്ഷുവൽ എക്സ്പ്ലോയിറ്റീവ് ആൻഡ് അബ്യൂസീവ് മെറ്റീരിയൽ എന്നുള്ള രീതിയിൽ വേണം ഉപയോഗിക്കാൻ. അതനുസരിച്ച് നിയമം മാറ്റി എഴുതണമെന്നൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചൈൽഡ് സെക്ഷുവൽ എക്സ്പ്ലോയിറ്റീവ് ആൻഡ് അബ്യൂസീവ് മെറ്റീരിയൽസിൻ്റെ ഉപയോഗം, അത് വിതരണം, ഇത് നമ്മുടെ കേരളത്തിലുണ്ട്. ടെലിഗ്രാം പോലെയുള്ള പല ആപ്ലിക്കേഷൻ വഴി ചാനലുകളായിട്ട് ഇത് വിതരണം ചെയ്യുന്നവരുണ്ട്, ഇത് കാണുന്നവരുണ്ട്, ഇത് സൂക്ഷിച്ചു വയ്ക്കുന്നവരുണ്ട്. അങ്ങനെ പല രീതിയിലുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഡിറ്റക്റ്റ് ചെയ്യാൻ ഇപ്പം ഇങ്ങനെ ഇതൊരു ഒഫൻസാണ്. നമ്മളുടെ ഇന്ത്യൻ IT ആക്ട് പ്രകാരം 5 വർഷം ശിക്ഷ കിട്ടാവുന്നൊരു ഒഫൻസാണ്. 10 ലക്ഷം രൂപ വരെ പിഴയും കിട്ടാവുന്നൊരു ഒഫൻസാണ്. ഇത് ചിലർ പറയും ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞൊരു എക്സ്ക്യൂസ് അല്ല. മാത്രമല്ല പ്രമുഖരാണ് പെടുന്നവരൊക്കെ അതെ, പലരും ഉണ്ട്. അപ്പം അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് നമ്മൾ മറ്റു ഇന്ത്യയിലെ വേറൊരു നിയമത്തിനും ഇല്ലാത്തൊരു പ്രത്യേകത ഇതിനകത്തും. ഇത് കാണുന്നത് ഓഫൻസാണ്, കൈവശം വെക്കുന്നതും ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുന്നത് ഓഫൻസാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് ഞാൻ കണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് എക്സ്ക്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇവിടെ ഇത് മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ട്, ഇന്റർനാഷണലി ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനി, ഞാൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞത് ഇന്റർനാഷണൽ സെൻറ്റർ ഫോർ മിസ്സിംഗ് ആൻഡ് എക്സ്പ്ലോയിറ്റഡ് ചിൽഡ്രൻ എന്ന് പറയുന്നതാണ്. അന്താരാഷ്ട്ര തലത്തിൽ കുട്ടികൾക്കെതിരെയുള്ള ഓൺലൈൻ അബ്യൂസും അതുപോലെയുള്ള ഇത്തരം കാര്യങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഒരു നാഷണൽ സെൻറ്റർ ഫോർ മിസ്സിംഗ് ആൻഡ് എക്സ്പ്ലോയിറ്റഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ US ബേസ്ഡ് ആയിട്ടുള്ള സ്ഥാപനം, അവർക്ക് ഈ സോഷ്യൽ മീഡിയ കമ്പനികളൊക്കെ തന്നെ ഈ ഇത്തരത്തിലുള്ള ഈ ചൈൽഡ് സെക്ഷൽ അബ്യൂസീവ് മെറ്റീരിയൽ ഉപയോഗിക്കുന്നവരുടെ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കാണുന്നവരുടെ IP അഡ്രസ്സ്, ഡിവൈസ് ഡീറ്റെയിൽസ്, ഇതൊക്കെ തന്നെ ഈ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ അവർക്ക് എല്ലാ മാസവും കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അത് അവർ ഏത് കൺട്രിയുടെ ആണെന്ന് മോണിറ്റർ ചെയ്ത ശേഷം അതാത് രാജ്യങ്ങൾക്ക് ഷെയർ ചെയ്യും. അപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്നത് I4C എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സൈബർ കോർഡിനേഷൻ സെൻറ്ററിന് ഈ ഡീറ്റെയിൽസ് കിട്ടുകയും അത് അതാത് സംസ്ഥാനങ്ങൾക്ക് കൈമാറും. അങ്ങനെയാണ് നമ്മുടെ ഇവിടെ കിട്ടുമ്പം ഇവിടെ അത് കൺസോളിഡേറ്റ് ചെയ്തിട്ട് അവരുടെ ഡിവൈസ് ഡീറ്റെയിൽസ് അടക്കം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പോലീസ് പോയിട്ട് റെയ്ഡ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ പിടിക്കപ്പെടുന്നത്. അപ്പം ആരും ഇത് കാണുന്നില്ല, മനസ്സിലാക്കുന്നില്ല എന്ന് തെറ്റിദ്ധാരണയാണ്. ഇത് ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന കമ്പനികൾ തന്നെ അവരുമായിട്ട് ഒരു നിയമപരമായ ബാധ്യതയുണ്ട്. ഇത്തരം കണ്ടന്റുകൾ സ്ഥിരമായിട്ട് കാണുകയും ഡൗൺലോഡ് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ ചെയ്യപ്പെടും. പിടിക്കപ്പെട്ടാൽ ഇതൊരു വലിയ ഒഫൻസാണ്. അതുകൊണ്ട് കുറ്റകൃത്യങ്ങൾക്കെതിരെയുള്ള ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഇടപെടരുത്, അല്ലെങ്കിൽ ഇടപെടാതിരിക്കുക എന്നുള്ളതാണ്, അബ്സ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇങ്ങനെ എന്തെങ്കിലും കണ്ടെത്തി കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. നമുക്ക് അത് നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ അതിനൊരു ഓപ്ഷൻ ഉണ്ട്. ഇത്തരം മെറ്റീരിയൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ സ്ത്രീകൾക്കെതിരെയും നേരത്തെ ഈ പറഞ്ഞ പോലെയാണ്, ഏത് കാലഘട്ടത്തിലും സ്ത്രീകളെ അപകീർത്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും നെഗറ്റീവ്. അവരെ ഏതെങ്കിലും മേഖലയിൽ നല്ല രീതിയിൽ അവർ പെർഫോം ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ അവരെ ഏറ്റവും മോശപ്പെടുത്താനായിട്ടുള്ള പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ അവരെ ഡൗൺ ചെയ്യിക്കാനുള്ള സൈക്കോളജിക്കൽ ഒരു മൂവ്മെൻറ്റ് പോലെ പറയുന്നത്
ഒരു അപകീർത്തിപരമായിട്ടുള്ള ആ അപകീർത്തിപ്പെടുത്തൽ പഴയ കാലത്തൊക്കെ പണ്ട് നോട്ടീസ് അടിക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും മഞ്ഞപ്പത്രത്തിൽ എഴുതുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒട്ടിച്ചു വെക്കുന്ന ഒരു കാലം ചായക്കടയിലൊക്കെ വെക്കുമായിരുന്നു, എഴുതി വെക്കുന്ന കാലം ഉണ്ടായിരുന്നു. ഇന്നത് മാറിയത് പ്ലാറ്റ്ഫോം മാറിയെന്നേ ഉള്ളൂ. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലേക്ക് ഏറ്റവും മോശപ്പെട്ട രീതിയിൽ ഒരു ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു കമൻറ്റ് ഉണ്ടാക്കുക, അങ്ങനെ ടാർണിഷ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അവിടെ അതൊരു ഒഫൻസാണെന്ന് മനസ്സിലാക്കുക. അത് അപകീർത്തിപ്പെടുത്തുന്നതും വ്യാജമായിട്ട് അവരുടെ ഫോട്ടോ നിർമ്മിക്കുകയോ ഇതൊക്കെ ചെയ്യുന്നതൊക്കെ ഡിജിറ്റലി വരുന്ന രീതിയിൽ ഒഫൻസാണ്. അപ്പോൾ അത് സ്ത്രീകൾ അല്ലെങ്കിൽ കുട്ടികൾ ഇതിനകത്ത് നമുക്ക് ചെയ്യേണ്ടത് ഇത് ധൈര്യമായിട്ട് ഇതൊരു റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്, പ്രതികരിക്കുക എന്ന് പരാതിപ്പെടുക, സൈബർ പോലീസ് സ്റ്റേഷനോ ഓൺലൈൻ ഇടത്തിൽ കൂടിയോ പരാതിപ്പെട്ടിട്ട് നിയമപരമായിട്ട് നമ്മൾ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ വരുന്നത്. അതും വർദ്ധിച്ചു വരുന്നുണ്ട്, പക്ഷേ അത് തടയപ്പെടേണ്ടതാണെന്നുള്ളത്. സാർ, ഇതുപോലെ മറ്റൊരു തട്ടിപ്പ് സൈബർ തട്ടിപ്പാണ് മണി മ്യൂൾസ്. അതുപോലെ UPI തട്ടിപ്പുകളും വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. കാരണം UPI ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. ഇത് എന്താണ് യഥാർത്ഥത്തിൽ, എങ്ങനെയാണ് അത് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയുക? ഈ നമ്മൾ പേയ്മെൻറ്റുകളൊക്കെ ഡിജിറ്റൽ പേയ്മെൻറ്റായി. ഇപ്പം നമ്മുടെ ഏറ്റവും കൂടുതൽ ഇപ്പം വളരെ ഇതാണ്, നമ്മളൊരു യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആരുടെയും കയ്യിൽ പോക്കറ്റിൽ പൈസ ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ ഇപ്പം കാർഡുകളായിരുന്നു കുറേ കാലം, ഇപ്പോൾ കാർഡിൻ്റെ ഉപയോഗം കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ നേരെ ഏറ്റവും കൂടുതൽ നമ്മൾ UPI യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് എന്നുള്ള രീതിയിൽ ആ തരത്തിൽ നമ്മൾ പല ബാങ്കുകളും എല്ലാ ബാങ്കുകളും ഒക്കെ മാറി. അപ്പോൾ നമ്മൾ മൊബൈൽ വെച്ച് തന്നെ നമ്മുടെ ബാങ്കിങ് ട്രാൻസാക്ഷനുകൾ നടത്തുകയാണ്. അപ്പോൾ അവിടെ ഇതിന് UPI ഭാഗത്ത് നമ്മൾ QR കോഡ് ഉപയോഗിച്ച് നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട്, UPI വഴിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചില തട്ടിപ്പുകൾ വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് ഒരു UPI ട്രാൻസ്ഫർ നമ്മൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമുക്ക് ചിലർ പൈസ ഇങ്ങോട്ട് ഇട്ട് തരാമെന്ന് പറഞ്ഞാൽ നമ്മുടെ പിൻ നമ്പർ അങ്ങോട്ട് ചോദിക്കുന്നു. അറിയാൻ മേലാത്തവർ ചിലപ്പോൾ പിൻ നമ്പർ പറഞ്ഞു കൊടുക്കും. നമ്മൾ അക്കൗണ്ടിൽ പൈസ ഇട്ട് നമ്മുടെ പിൻ നമ്പർ അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ നമ്മുടെ UPI ID പറഞ്ഞു കൊടുത്ത് പിൻ നമ്പരും പറഞ്ഞു കൊടുത്താൽ നമ്മുടെ പൈസയാണ് പോകുന്നത്, അതല്ല അവരുടെ പൈസയല്ലേ കിട്ടുന്നത്. അപ്പം നമുക്ക് പൈസ ഇട്ട് തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ UPI ID തരാൻ പറയും, അതിൻ്റെ കൂട്ടത്തിൽ ആ പിന്നും കൂടെ പറഞ്ഞു തരാൻ പറയും. അതുകൊണ്ടൊരിക്കലും UPI ID-യും പിൻ നമ്പരും നമുക്ക് പൈസ കിട്ടാൻ വേണ്ടി കൊടുക്കരുത്, നമ്മൾ കൊടുക്കാൻ വേണ്ടി മാത്രം ഉള്ളതാണ്. പിന്നെ QR കോഡ് സ്കാൻ ചെയ്ത് പൈസ അയച്ചു കൊടുക്കുമ്പോഴും ചില ആളുകൾ QR കോഡ് അയച്ചിട്ട് നമ്മളോട് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടെന്ന് പറഞ്ഞിട്ട് ചില സ്ക്രീൻഷോട്ടുകളായിരിക്കും കാണിക്കുന്നത്. ആ സ്ക്രീൻഷോട്ടുകളിൽ നമ്മൾ കണ്ടിട്ട് പൈസ ഇട്ടെന്നുള്ള ഉറപ്പ് വരുത്തരുത്, നമ്മുടെ അക്കൗണ്ടിൽ പൈസ വന്നിട്ടുണ്ടെന്നുള്ളത് വെരിഫൈ ചെയ്യണം. പലപ്പോഴും വ്യാജ സ്ക്രീൻഷോട്ടുകളായിരിക്കും അത്തരത്തിൽ തരുന്നത്. പിന്നെ ഒരു ഇതുള്ളത്, ചിലർ പറയുന്നത് UPI തെറ്റി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടു എന്ന് പറയും. അതായത് തെറ്റായിട്ട് നമ്മൾ UPI ട്രാൻസാക്ട് ചെയ്ത് പോയിട്ട് പരിചയമില്ലാത്ത ആളുകൾ വിളിക്കുകയാണ്, എന്നിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് റിവേഴ്സ് ചെയ്യണമെന്ന് പറയും. അപ്പോൾ പരിചയമില്ലാത്ത അക്കൗണ്ടിൽ നിന്ന് അങ്ങനെ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട ശേഷം തിരിച്ചു കിട്ടണമെന്ന് പറയുമ്പം നമ്മളത് ഒന്ന് ആലോചിച്ചിട്ടേ കൊടുക്കാവുള്ളൂ. അത് ഏത് നമ്പറാണ്, ആ ആളിനെ നമ്മൾ ശരിയായിട്ടുള്ള ആളാണോ നോക്കണം. ഈ നേരത്തെ മണി മ്യൂളിനെ പറ്റി ചോദിച്ചു. ഇതുപോലുള്ള ചില മ്യൂൾ അക്കൗണ്ടുകളിൽ നിന്നോ അല്ലെങ്കിൽ തട്ടിപ്പുകാരുടെ അക്കൗണ്ടിൽ നിന്നൊക്കെയാണ് പൈസ നമ്മുടെ അടുത്തേക്ക് വരുന്നതെങ്കിൽ നമ്മൾ അവർക്ക് തിരിച്ച് ട്രാൻസ്ഫർ ചെയ്യുമ്പം നമ്മളും അവരുമായിട്ടൊരു ട്രാൻസാക്ഷൻ ആയി കഴിയും. പിന്നെ ഏതെങ്കിലും നേരത്തെ പറഞ്ഞ ഡിജിറ്റൽ അറസ്റ്റിൻ്റെ പൈസയൊക്കെ അവരുടെ അക്കൗണ്ടിൽ വന്നെങ്കിൽ അതിൻ്റെ ഒരു ലെയറായിട്ട് നമ്മളും കയറിപ്പെടും. അങ്ങനെ ലെയറായി പെട്ട് കഴിഞ്ഞാലുള്ള കുഴപ്പം, നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസ് കിടപ്പുണ്ടെങ്കിൽ മൊത്തം ഫ്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ട് ഫ്രീസ് ആയിപ്പോവും. വേറെ ഏതെങ്കിലും സംസ്ഥാനത്തായിരിക്കും ഈ ഫ്രീസിങ് വരുന്നത്, അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ അക്കൗണ്ട് മൊത്തം ഫ്രീസ് ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അപരിചിതരായ ആളുകളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ വന്നിട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് നമ്മൾ നേരിട്ട് ട്രാൻസാക്ട് ചെയ്യാതെ അവരോട് പറയാം, നിങ്ങൾ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ ബന്ധപ്പെടാം, എന്നിട്ട് അവർ ജെന്യൂൻ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ റീപേ ചെയ്ത് കൊടുക്കാവുള്ളൂ. പിന്നെ മ്യൂൾ അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു ഇടനിലക്കാരായി കൊണ്ടുവരിക. ഇപ്പം ചെറുപ്പക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ, ജോലി അന്വേഷിക്കുന്നവർ, അങ്ങനെ വീട്ടമ്മമാർ, അങ്ങനെ ചില ആളുകളെയൊക്കെ ഈ പറഞ്ഞ ഓൺലൈനിൽ കൂടെ ഒരു അപ്രോച്ച് വരും. ചിലർ പറയുന്നത് ഞങ്ങളൊരു മൾട്ടിനാഷണൽ കമ്പനിയായിട്ട് പലയിടത്ത് പ്രവർത്തിക്കുന്നവരാണ്, ഞങ്ങൾക്ക് ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഓഫീസില്ല, പക്ഷേ ഇന്ത്യയിൽ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്, അപ്പം ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് കുറേ ബിസിനസ് ചെയ്യുന്നുണ്ട്, അപ്പം നിങ്ങളെ ഞങ്ങളുടെ ഒരു ഇന്ത്യൻ ഏജൻ്റായിട്ട് ആക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, നിങ്ങളൊരു അക്കൗണ്ട് തുടങ്ങുക, അതിൽ ഓൺലൈൻ പേയ്മെൻറ്റ് നിങ്ങൾ ട്രാൻസാക്ഷൻ അൺലിമിറ്റഡോ അല്ലെങ്കിൽ ഇത്ര ലിമിറ്റ് ചെയ്യുന്ന എമൗണ്ട് ഡെയിലി ട്രാൻസാക്ഷൻ വെച്ചിട്ടുള്ള പൈസ. അപ്പം ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ബിസിനസ് പൈസ നിങ്ങളുടെ അക്കൗണ്ടിലിടും, ഞങ്ങൾ കമ്പനിയെ പറയുന്ന അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് തന്നാൽ മതി. ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോ ട്രാൻസ്ഫറിനും 5 to 10% കമ്മീഷൻ കിട്ടും. മന്ത്ലി നിങ്ങൾക്ക് ഒരു 25,000 to 30,000 സാലറിയും തരും. അപ്പം നല്ല കാര്യമാണ്, വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്കൊരു അക്കൗണ്ട് തുടങ്ങുന്നു, കമ്പനിയുടെ ആളുകൾ നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഇടുന്നു, 1,00,000 ഇട്ടാൽ 10,000 നമുക്ക് കമ്മീഷൻ കിട്ടും, ഒരു മാസം കിട്ടും, ശമ്പളവും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ആളുകൾ തുടങ്ങുന്നു. ഓരോ ദിവസം നമ്മൾ അക്കൗണ്ട് തുടങ്ങിയ ഒരു ഡീറ്റെയിൽസ് കൊടുക്കാൻ പറയും, നമ്മൾ അവരുമായിട്ടൊരു എഗ്രിമെൻറ്റ് ഓൺലൈൻ ഏതെങ്കിലും രജിസ്റ്റർ ചെയ്തതൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യും. കമ്പനി ഒരു വെബ്സൈറ്റും ഒക്കെ പറയും. അവസാനം നമ്മൾ ഈ 10 ഓരോ മാസം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നു തുടങ്ങും. പൈസ വരുമ്പോൾ അവർ പറയുന്ന അക്കൗണ്ടിലേക്ക്, വിവിധ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും.
ആദ്യം ചിലപ്പോൾ നമ്മുടെ കമ്മീഷൻ കിട്ടും. അത് കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോഴാണ് നമുക്ക് സാലറി പറഞ്ഞിരിക്കുക. ഒരു മാസം ഒരിക്കലും എത്തത്തില്ല. ഒരു 10 ദിവസത്തിനുള്ളിൽ നമുക്ക് പല പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളി വരും. കേരളത്തിന് പുറത്തുനിന്നൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ പേരിൽ കേസുണ്ട്, നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തെന്ന് പറയും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അറിയുന്നത് എന്താണ്, നമ്മൾ നേരത്തെ ഉള്ള ഡിജിറ്റൽ തട്ടിപ്പിന് ഇരയായിട്ടുള്ളവരുടെ പൈസയാണ് നമ്മുടെ അക്കൗണ്ടിൽ വന്നത്. അതാണ് നമ്മൾ നേരെ എടുത്ത് അവർക്ക് അയച്ചു കൊടുത്തത്. അയാളുടെ പൈസയുടെ 10% നമ്മൾ എടുത്തു. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പ്രതിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മളറിയാതെ മറ്റേ ഇപ്പം നമ്മൾ പറയും, പോലീസിനോട് പറയുന്നത് എന്താണ്, ഞങ്ങൾക്കൊരു ജോലി കിട്ടിയതാണ്. എന്നാൽ ആ കമ്പനി നോക്കുമ്പോൾ ഇനി കമ്പനിയുടെ വെബ്സൈറ്റും കാണത്തില്ല, അഡ്രസ്സും കാണില്ല, ആളും കാണില്ല. ഓൾറെഡി പൈസയൊക്കെ വിദേശത്തേക്കൊക്കെ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് പോയി കാണും. അപ്പോൾ അത്തരത്തിൽ മ്യൂൾ അക്കൗണ്ടായിട്ട് നമ്മളെ അക്കൗണ്ടിൽ കൂടെ പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത് കമ്മീഷൻ തരും എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ അതിന് നിന്നു കൊടുക്കരുത്. ഇത് തട്ടിപ്പാണ്. ഒപ്പം ചില വിദ്യാർത്ഥികളൊക്കെ പുറത്ത് പഠിക്കാൻ പോയിട്ട് വരുമ്പം, ഇൻ്റർസ്റ്റേറ്റ് ഒക്കെ പഠിച്ചിട്ട് വരുമ്പം സീറോ ബാലൻസ് അക്കൗണ്ട് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നെ സീറോ ബാലൻസ് അക്കൗണ്ട് ഉണ്ട്. ചിലർ വന്ന് നമ്മളോട് പറയാം, ATM കാർഡും പിൻ നമ്പറും കൂടെ തന്നാൽ മതി, നിങ്ങൾക്ക് ഒരു 5000 രൂപ തന്നേക്കാം, അല്ലെങ്കിൽ 10000 രൂപ തന്നേക്കാം. അപ്പോൾ കുട്ടികൾ തിരിച്ചു വരുമ്പോൾ 1 രൂപ പോലും ബാലൻസ് ഇല്ലാത്ത അക്കൗണ്ടല്ലേ കൊടുത്തിട്ട് പോരാതെ. പക്ഷേ ഈ ഇത്തരം അക്കൗണ്ടുകൾ ഇത്തരം തട്ടിപ്പിന് ഉപയോഗിക്കും. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഇതാണ് ഈ ബീഹാർ ജാംതാരെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഈ തട്ടിപ്പുകൾ അവസാനം ചെന്നെത്തുന്ന അവിടെയാണെന്ന് പറയും. ഈ വിദ്യാഭ്യാസമില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാർക്കൊക്കെ കൊടുത്തിരിക്കുന്ന പ്രധാനമന്ത്രിയുടെ ജൻധൻ യോജന അക്കൗണ്ടുകളുണ്ട്, സീറോ ബാലൻസ് അക്കൗണ്ട്. അവരുടെ അക്കൗണ്ടിന് അവർക്ക് ഒരു 1000 രൂപ 2000 രൂപ കൊടുത്തിട്ട് ഇവരുടെ ഈ അക്കൗണ്ട് നമ്പറും ATM മേടിച്ച ശേഷമാണ് ഈ തട്ടിപ്പുകാർ പലപ്പോഴും ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മ്യൂൾ അക്കൗണ്ടിന് വേണ്ടി നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആർക്കും കൊടുക്കരുത് എന്നുള്ളത് മനസ്സിലാക്കണം. സാറേ, ഇപ്പം നമ്മുടെ ഓൺലൈൻ തട്ടിപ്പിൽ വ്യാപകമായിട്ട് നടക്കുന്നൊന്ന് ഇതിൻ്റെ പോലീസ് അന്വേഷിച്ച അവസാനം എത്തുന്നത് നൈജീരിയയിലൊക്കെയാണ്. ഇത് എന്തുകൊണ്ടാണ്? എനിക്ക് തോന്നുന്നത് സാറ് നേരത്തെ പറഞ്ഞ മാതിരി വളരെ നിരക്ഷരായ ആളുകളുടെ അവരുടെ പേരിൽ അവരറിയാതെ അക്കൗണ്ടുകൾ തുടങ്ങുന്നതല്ലേ ഇത്? ഈ നൈജീരിയൻ തട്ടിപ്പ് എന്ന് പറയുന്നത് ഈ സൈബർ തട്ടിപ്പിൻ്റെ തുടക്കം മുതലേ ഏറ്റവും ആദ്യം ഈ സൈബർ തട്ടിപ്പ് തുടങ്ങിയ ഒരു വിഭാഗം നൈജീരിയക്കാരാണ്. അതുകൊണ്ടാണ് ഇതിനൊരു നൈജീരിയൻ ഫ്രോഡ് എന്നുള്ള രീതിയിലാണ് പലപ്പോഴും അറിഞ്ഞുകൊണ്ട്. എനിക്കൊന്ന് ഇതൊരു 2000 കാലഘട്ടത്തിൽ 2000 കാലഘട്ടത്തിൽ ഇത് അവരാദ്യം ഈ യൂറോപ്യൻ അമേരിക്കയിലും ഒക്കെയാണ് ഇവർ ഈ തട്ടിപ്പ് തുടങ്ങി. പിന്നീട് അവർ ഇന്ത്യയിലേക്ക് വരികയായിരുന്നു. അപ്പോൾ ഈ നൈജീരിയൻസ് പല രാജ്യങ്ങളിൽ പോയി ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുമായിരുന്നു. അതിൻ്റെ ഒരു പ്രത്യേകത, ഞാനൊരു ഈ UN ഡെപ്യൂട്ടേഷൻ സുഡാനിൽ സൗത്ത് സുഡാനിൽ ജോലി ചെയ്തിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ നൈജീരിയൻ പോലീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവരോട് ചോദിക്കുമായിരുന്നു എന്തുകൊണ്ടാണ് ഈ നൈജീരിയൻകാരിങ്ങനെ. അപ്പോൾ അന്ന് അവർ പറഞ്ഞൊരു ഇതെന്ന് പറഞ്ഞാൽ, അവിടുത്തെ രാജ്യത്ത് നിങ്ങൾ എവിടുന്ന് പൈസ ഉണ്ടാക്കി കൊണ്ടുവന്നാലും രാജ്യം കുറച്ച് ഇത് മോശമാണ്. അവർ ചോദിക്കാറില്ല, മണി വിദേശ കറൻസി നിങ്ങൾക്ക് കിട്ടിയാൽ മതി, അത് ഏത് രീതിയിലാണ് തട്ടിപ്പാണോ എന്നൊന്നും കാര്യമായിട്ട് നോക്കുന്നില്ല എന്നായിരുന്നു അന്ന് അവർ പറഞ്ഞൊരു മറുപടി. ഒരു പക്ഷേ അതായിരിക്കും ഒരു കാരണം. അപ്പോൾ എന്തായാലും ഈ നൈജീരിയൻസൊക്കെ പലയിടത്തും പോയി ആദ്യം നൈജീരിയൻ ഫ്രോഡുകളാണ് നടന്നിരുന്നെങ്കിലും ഇന്നിപ്പോൾ അവരുടെ കൂടെ അതാത് രാജ്യക്കാർ കൂടുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം ഈ നൈജീരിയൻസിനോടൊപ്പം തന്നെ ഇന്ത്യക്കാരും കൂടിക്കൊണ്ടാണ്, അല്ല കേരളത്തിലുള്ള ആളും കൂടെ കൂടിക്കൊണ്ടുള്ളതാണ് ഇപ്പം കൂട്ടം നടക്കുന്നത്. അപ്പം ഈ പലതും മ്യൂൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യിപ്പിക്കാനും ഈ നൈജീരിയൻ ഫ്രോഡ്സിൻ്റെ എല്ലാം ബേസിക് ഒറ്റ ഇതാണ് അഡ്വാൻസ് പേയ്മെൻറ്റ്. ഇപ്പം പഴയ കാലത്ത് ഇവർ തുടങ്ങിയത് ലോട്ടറി അടിച്ചെന്നുള്ള മെസ്സേജായിരുന്നു. നിങ്ങൾക്ക് ലോട്ടറി അടിച്ചു, അപ്പോൾ ആ ലോട്ടറി പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ബാങ്ക് അക്കൗണ്ട് നമ്പർ ചോദിക്കുന്നു. ബാങ്ക് അക്കൗണ്ട് കൊടുക്കുമ്പോൾ പറയും ബാങ്ക് ട്രാൻസ്ഫർ ചാർജ് ആയിട്ട് ഒരു എമൗണ്ട് അങ്ങോട്ട് അടയ്ക്കാൻ പറയും. അതടയ്ക്കുമ്പോൾ പറയും ഒരു ഇൻഷുറൻസ് എടുക്കാൻ കുറച്ച് പൈസ ഇടാൻ പറയും. അത് കൊടുക്കുമ്പോൾ പറയും അതിനൊരു ആൻറ്റി ടെററിസം സർട്ടിഫിക്കറ്റിൻ്റെ ഫീസ് അടയ്ക്കണം. അത് കഴിയുമ്പോൾ പറയും ഒരു ടാക്സ് എമൗണ്ട് അങ്ങോട്ട് അടയ്ക്കണം എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കാത്ത ഒരു ലോട്ടറി അടിച്ചെന്നും ആ ലോട്ടറിയുടെ പൈസ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫണ്ട് തരുന്നെന്നും പറഞ്ഞു തുടങ്ങിയ ലോട്ടറി ഫ്രോഡിൽ തുടങ്ങി. അവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ എടുത്ത ലോട്ടറി ഇതുവരെ അടിക്കുന്നില്ല, അപ്പോഴെങ്ങനെ എടുക്കാത്ത ലോട്ടറി അടിക്കും? 2, നമുക്ക് ലോട്ടറി അടിച്ചെങ്കിൽ ആ പൈസ ഡിഡക്ട് ചെയ്തിട്ട് ബാക്കി ഇങ്ങനെ വന്നാൽ മതിയല്ലോ. എന്തിനാ അങ്ങോട്ട് പൈസ എന്നാ? അത് ഒന്നും ചോദിക്കുന്നില്ല. അവർ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അത് ഫിക്സഡ് ഇട്ടിരിക്കുകയാണ് എന്ന് പറയും. ആ ലോട്ടറി തട്ടിപ്പ്. 2, വിദേശത്തുനിന്ന് പരിചയപ്പെടുന്ന ആൾ, ഓൺലൈൻ വഴി പരിചയപ്പെടുന്ന ആൾ അവരുടെ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് അയക്കുന്നു. ആ ഗിഫ്റ്റ് അയച്ചു കഴിയുമ്പം ഗിഫ്റ്റ് വലിയ എമൗണ്ടോ അല്ലെങ്കിൽ സ്വർണ്ണമോ അല്ലെങ്കിൽ ഡയമണ്ടോ ഒക്കെ ആയിരിക്കും. അത് നമ്മൾ എടുക്കാൻ വേണ്ടി കസ്റ്റംസ് ക്ലിയറൻസിന് വേണ്ടി പൈസ അങ്ങോട്ട് ചോദിക്കുന്നു. ആ രീതിയിലുള്ള ഒരു തട്ടിപ്പ് വരുന്നു. അതല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ വഴി ഒരു സുഹൃത്തെ പരിചയപ്പെടുന്നു. കുറേ കഴിയുമ്പോഴത്തേക്കും അവർ പറയുകയാണ് ഒരു ആക്സിഡൻറ്റിൽ പെട്ട എൻ്റെ ഫാമിലിയിലെ എല്ലാവരും മരിച്ച്, എനിക്ക് വലിയ ബില്യണറാണ്, ഇത്രയും കൂടി പൈസ എൻ്റെ കിടപ്പുണ്ട്, അത് നമുക്കൊരു ചാരിറ്റിക്ക് ഉപയോഗിക്കണമെന്ന് ഉപയോഗിക്കുന്നു. ഞങ്ങൾ നോക്കുമ്പോൾ ഇന്ത്യയിലൊക്കെ ഒരുപാട് പട്ടിണികളും പാവപ്പെട്ടവരും ഉണ്ട്. അപ്പോൾ നിങ്ങളെ ഒരു വിശ്വസ്തരാണെന്ന് കണ്ടിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ പൈസ, എൻ്റെ കയ്യിലുള്ള പൈസ ഞാൻ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരാം, നിങ്ങളിതൊരു ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഉപയോഗിക്കണം, അതിൽ 50% നിങ്ങൾക്ക് ഓൺ ആയിട്ട് ഉപയോഗിക്കാം എന്ന് പറയും. അവിടെയും അവർ ഈ പൈസ ഇടാൻ തുടങ്ങുമ്പോഴത്തേക്കും പറയും ബാങ്ക് ട്രാൻസ്ഫർ ചാർജ്, ഇൻഷുറൻസ്, ഇതെല്ലാം അങ്ങോട്ട് പൈസ ചോദിക്കും. മറ്റേ പൈസ ഒന്നിച്ചിട്ടിരിക്കുകയാണ്, അതിൽ നിന്ന് എടുക്കാൻ പറ്റുക. ഇവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്
ഒരു പരിചയമില്ലാത്ത ആളുകൾ അവരുടെ പൈസ നമ്മുടെ പേരിലേക്ക് തരുന്നു, ഇതിന് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കുന്നു. അപ്പം ഇവിടെയൊക്കെ അങ്ങോട്ട് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞു തരുന്ന അത് നൈജീരിയൻസിൻ്റെ പഴയ കാലത്തെ തട്ടിപ്പാണ്. അത് ഇപ്പോഴും തുടരുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ മ്യൂൾ അക്കൗണ്ടും അതുപോലെ തന്നെ ആ ടെക്നോളജി തന്നെ വിടുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പൂനെയിലെ ഒരു സംഘത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പം, ഒരു സൈബർ ടീമിനെ അറസ്റ്റ് ചെയ്യുമ്പം, ഇവരിവിടുന്ന് 2 ആഴ്ച കാലത്തേക്ക് നൈജീരിയയിൽ പോയി ഈ ടെക്നോളജി, അതായത് തട്ടിപ്പ് പഠിച്ചിട്ട് വന്നവരാണ്. അവരവിടെ പോയിട്ട് അപ്പോൾ അവർ പ്രൊഫഷണലായിട്ട് എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നത്, ഏത് രീതിയിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം, എങ്ങനെ മെസ്സേജ് അയക്കണം, എങ്ങനെ കൺവിൻസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള കാര്യം പോയി പഠിച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അതൊരു ഓർഗനൈസ്ഡ് ക്രൈമായിട്ട് മാറുകയാണ്. ഈ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ മാത്രമായിരുന്നു ഈ സംഭാഷണം, നമുക്ക് കോളുകൾ വന്നുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഇംഗ്ലീഷിലായിരുന്നു. ഇപ്പോൾ ഇത് എല്ലാ ലാംഗ്വേജിലും ഉണ്ട്. നമ്മൾ സംസാരിക്കുന്ന മലയാളത്തിലാണെങ്കിൽ ഉടൻ തന്നെ മലയാളത്തിലേക്ക് സംസാരിക്കുന്ന ആളുകൾ വരും, തമിഴാണ് തമിഴ് സംസാരിക്കുന്നത്. അപ്പം റിക്രൂട്ട് ചെയ്ത് ഒരു ടീമിനെ തന്നെ വെച്ചിട്ടാണ് ഈ ഒരു ഓർഗനൈസ്ഡ് ആയിട്ട്, അതായത് കോൾ സെൻ്ററുകൾ പോലെ പ്രവർത്തിക്കുന്നുണ്ട്. ചില മേഖലകൾ കേന്ദ്രീകരിച്ച് ഇപ്പം ഈ കൂടുതൽ പറയാമെന്ന് പറഞ്ഞാൽ ഇപ്പം ഡൽഹി ഉത്തം നഗർ, ബോംബെ മീര റോഡ്, രാജസ്ഥാനിലെ ആൾവാർ അല്ലെങ്കിൽ ഭരത്പൂർ, പിന്നെ ഈ ബീഹാർ ജാംതാര, പൂനെ നാസിക്, അങ്ങനെ കുറേ ഏരിയയിൽ ഇത്തരം നൈജീരിയൻസ് വന്ന് അവിടെ താമസിക്കുന്നുണ്ട്. ഇവരോടൊപ്പം നമ്മുടെ ഇന്ത്യക്കാരും കൂടെ ചേർന്നിട്ട് ഒരു യോജിച്ചിട്ടുള്ള പ്രവർത്തനമായിട്ടാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ. സാറേ വേറൊന്ന്, ഇപ്പം സാർ കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് ഓഫീസറാണ്. കേരളത്തിലെ ഹൈടെക് പോലീസ് സ്റ്റേഷൻ വരുമ്പോൾ ആദ്യത്തെ അതിൻ്റെ ചുമതല വഹിക്കുന്ന സൈബർ പോലീസ് ഓഫീസറാണ്. ഇപ്പോൾ നമ്മുടെ കുറ്റകൃത്യങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. സാധാരണ കുറ്റകൃത്യങ്ങൾ, ഓൺലൈൻ ഫ്രോഡ് അല്ലാത്ത കുറ്റകൃത്യങ്ങൾ. ആ കുറ്റകൃത്യങ്ങൾ അന്വേഷണത്തിൽ പോലീസ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോലീസ് ആശ്രയിക്കുന്നത് നമ്മുടെ സൈബർ സംവിധാനങ്ങളെ തന്നെയാണ്. ഇപ്പം മൊബൈൽ ഫോൺ നമ്പറിൻ്റെ ട്രേസ് ഔട്ട് മുതൽ അവരുടെ FB അക്കൗണ്ട് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത്തരം കുറ്റകൃത്യം നടത്തുന്ന ആളുകൾ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് കൊല്ലത്ത് ഒരു ഭാര്യയെ ഒരു ഭർത്താവ് പാമ്പിനെ കൊണ്ട് വിഷം കുത്തി വെച്ചിട്ട് കൊന്നൊരു കേസുണ്ടായിരുന്നു. ആ കേസിൽ പോലീസ് അതിൻ്റെ അന്വേഷണത്തിലേക്ക് എത്തുമ്പോൾ ഈ വ്യക്തി, ഈ ഭർത്താവ് എന്ന് പറയുന്ന ആള് സെർച്ച് ചെയ്ത് അയാളെ സെർച്ചിങ് എടുത്തിട്ട് യൂട്യൂബിൽ നിരന്തരമായി പുള്ളി പാമ്പിൻ്റെ വിഷത്തെക്കുറിച്ച് പഠനം നടത്തിയതായിട്ട് കണ്ടെത്തുകയും അങ്ങനെയാണ് പോലീസ് അന്വേഷണം ആ തലത്തിലേക്ക് പോയത്. ശരിക്കും പോലീസ് അന്വേഷണത്തിന് എത്രമാത്രം വളരെ ഏറെ ഇതിൻ്റെ ഒരു ഭാഗം പറയുമ്പോഴും മറുഭാഗത്ത് നമ്മുടെ അന്വേഷണത്തിന് ശാസ്ത്രീയമായി ഏറ്റവും ഗുണം ചെയ്യുന്നതല്ലേ ഈ സൈബർ ഇടങ്ങൾ? തീർച്ചയായിട്ടും. കാരണം ഇപ്പം നമുക്ക് ഡിജിറ്റൽ തെളിവുകളാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് അന്വേഷണങ്ങൾക്ക്, അത് പോലീസിൻ്റെ ആണെങ്കിലും ഏത് ഏജൻസികളാണെങ്കിലും ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതും അത് നമുക്ക് വിജയത്തിലേക്ക് എത്തുന്നതും ഡിജിറ്റൽ തെളിവുകളിൽ കൂടിയാണ്. കാരണം നമ്മളിന്നിപ്പം നമ്മൾ ഒരു വീട്ടിൽ നിന്നിറങ്ങിയ ഒരാളൊരു യാത്ര തുടങ്ങി ഒരു സ്ഥലത്തെത്തുന്നതുവരെ അവരറിയാതെ ഒരുപാട് സ്ഥലങ്ങളിൽ ഡിജിറ്റൽ ഫുട് പ്രിൻറ്റുകൾ പതിക്കുന്നുണ്ട്. അപ്പം പലപ്പോഴും നമ്മൾ ചിലപ്പം പണ്ട് പോലീസിൻ്റെ ഒക്കെ അന്വേഷണത്തിൽ എപ്പോഴും പറയാറുണ്ട്, ഒരു ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ട് അവിടെ കിടപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ ആരും അറിയാത്ത ഒരു തെളിവ് അവിടെ കിടപ്പുണ്ടെന്ന്. ഇന്ന് അതുപോലെ തന്നെ പണ്ട് നമ്മൾ പറയുന്ന വേറൊരു കാര്യം ഉണ്ടായിരുന്നു, നിങ്ങളിതൊക്കെ ചെയ്യുമ്പോൾ മുകളിൽ കാണുന്നുണ്ട്. ഇതിപ്പോൾ കൃത്യമായിട്ട് മുകളിൽ കാണുന്നുണ്ട്. ഇത് വല്ലത് സക്കർബർഗിൻ്റെയോ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെയൊക്കെ സെർവറിലൊക്കെ ആയിരിക്കും വിവരങ്ങളൊന്നും നമ്മളറിയാതെയാണ്. അപ്പം നമ്മൾ ഒരു ഉദാഹരണത്തിന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു മാപ്പിട്ട് യാത്ര ചെയ്യുന്നു. ആ ഗൂഗിൾ മാപ്പിട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പം ഓരോ പോയിൻറ്റും നമ്മുടെ ലൊക്കേഷനുകൾ അവിടെ മാപ്പ് ചെയ്യിടാം. നമ്മളൊരു സ്വിഗ്ഗി കയറി അല്ലെങ്കിൽ സൊമാറ്റോയിൽ കയറി നമ്മളൊരു ഫുഡ് ഓർഡർ ചെയ്യുന്നു. അപ്പം നമുക്ക് അവിടെ ഒരു അഡ്രസ്സ് വരികയാണ്, നമ്മുടെ ഒരു ലൊക്കേഷൻ വരികയാണ്. നമ്മളൊരു ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തുന്നു. നമ്മൾ ആ ട്രാൻസാക്ഷൻ നടത്തുമ്പോഴത്തേക്കും നമ്മൾ ആ ട്രാൻസാക്ഷൻ്റെ കൂടെ നമ്മുടെ IP അഡ്രസ്സ്, നമ്മൾ നടത്തിയത്, നമുക്ക് വന്നിരിക്കുന്ന OTP, ഈ കാര്യങ്ങളൊക്കെ തന്നെ ഡിജിറ്റലി നമ്മുടെ കൺട്രോളിലല്ലാതെ വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഇതുകൂടാതെ നമ്മൾ യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് എവിടെയൊക്കെ ക്യാമറാസ് ഉണ്ടെന്നറിയും. പോലീസിൻ്റെ ക്യാമറ ഉണ്ടാവും, മോട്ടോർ വെഹിക്കിളിൻ്റെ ക്യാമറ ഉണ്ടാവും, പ്രൈവറ്റ് ക്യാമറാസ് ഉണ്ടാവും, പല CCTV ക്യാമറകളിലും പല തെളിവുകൾ കിടപ്പുണ്ടാവും. പിന്നെ ഇത് പറഞ്ഞ പോലെ ഇന്നിപ്പം നമ്മളൊരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഓൺലൈൻ ഇതിലാണ് നമ്മുടെ ജീവിതം മുഴുവൻ തന്നെ മിക്കവാറും. അപ്പോൾ ഏത് കാര്യത്തിനും നമ്മൾ അറിയാതെ തന്നെ നമ്മളൊരു സെർച്ച് എഞ്ചിനിലേക്ക് പോകാറുണ്ട്. ഇപ്പോൾ അത് കുറച്ചുകൂടെ മാറി ChatGPTയോ ജെമിനിയോ അതല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും AI ടൂൾസുകളിലേക്ക് മാറുവാണ്. നമ്മൾ എന്ത് ചോദ്യത്തിനും അവരോട് ചോദിക്കണം. ഇതൊക്കെ ചോദിക്കുമ്പോഴും ഇതൊക്കെ റെക്കോർഡ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ആ ചോദ്യങ്ങളിൽ കൂടെ നമ്മളിപ്പോൾ ഒരു കാര്യത്തിനെ പറ്റി എൻക്വയറി ചെയ്യുന്നു. ഇപ്പോൾ ഒരു പോലീസ് അന്വേഷണത്തിൽ നേരത്തെ പറഞ്ഞതാണ്, അയാളുടെ ഒരു പ്രൊഫൈൽ നോക്കുമ്പോഴത്തേക്കും ഒരു കൊലപാതകം നടത്തുന്നതിന് മുമ്പായിട്ട് അയാൾ ആ കൊലപാതകം എങ്ങനെ നടത്താം എന്നുള്ളതിനെ സംബന്ധിച്ച് സെർച്ച് ചെയ്യുന്നു. സമാന കൊലപാതകങ്ങൾ നേരത്തെ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ കാണുന്നു. അപ്പോൾ അങ്ങനെയുള്ള സെർച്ചിലേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ അയാളുടെ ഒരു ഇൻറ്റൻഷനും മോട്ടീവും ഒക്കെ തന്നെ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് തെളിവിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഡിജിറ്റൽ തെളിവിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. അപ്പം സൈബർ ഇടങ്ങളിലെ അന്വേഷണം ഇപ്പോൾ ഒരു
ട്രാഫിക് ആക്സിഡൻറ്റ് കേസ് മുതൽ ഏറ്റവും കുറച്ച് നമുക്ക് ടെക്നോളജി ഇല്ലാതെ അന്വേഷിക്കാവുന്ന ഒരു ട്രാഫിക് ആക്സിഡൻറ്റ് മുതൽ ഒരു മർഡർ കേസ് വരെ, അതല്ലെങ്കിൽ ഒരു ചീറ്റിംഗ് കേസ് മുതൽ ഒരു റേപ്പ് കേസ് വരെയോ, അതല്ലെങ്കിൽ ഒരു ടെററിസ്റ്റ് കേസുകൾ, ഒരു പെറ്റി കേസ് എന്നുള്ള ഒരു 185 പിടിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ഒരു മോട്ടോർ കേസ് ആക്സിഡൻറ്റ് മുതൽ ഒരു തീവ്രവാദ കേസുകൾ വരെ അന്വേഷിക്കുമ്പോഴും ഡിജിറ്റൽ തെളിവുകളാണ് ഇമ്പോർട്ടൻറ്റ്. കാരണം ഒരു ആക്സിഡൻറ്റ് കേസിൽ ആദ്യം നോക്കുന്നത് അവിടെ CCTV ഉണ്ടായിരുന്നോ, വണ്ടിയുടെ ഡാഷ് ക്യാമറ ഉണ്ടായിരുന്നോ, ഡ്രൈവറുടെ ലൊക്കേഷൻ ഇതാണ്, ഇതൊക്കെ നമ്മൾ എടുക്കുകയാണ്. മർഡർ ആണെങ്കിലും നമ്മൾ നടന്നിരിക്കുന്നത് ആ സമയം ഒരു അൺനോൺ മർഡർ ആണെങ്കിൽ പോലും ആ മേഖലയിൽ നടന്നിട്ടുള്ള അവിടുത്തെ ടവർ ഡംപിൻ്റെ കീഴിൽ എത്ര ഫോണുകൾ വന്നിട്ടുണ്ട്, CCTVയിൽ ഏതൊക്കെ വന്നിട്ടുണ്ട്, ഏതൊക്കെ വാഹനങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്, ഇയാൾ ഏതെങ്കിലും തരത്തിൽ സസ്പെക്ട്സ് ഉണ്ടെങ്കിൽ അവരുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ ലൊക്കേഷൻ, അവരുടെ ലൊക്കേഷനുകൾ, ഇപ്പോൾ ഇതെല്ലാം നമ്മൾ കോറിലേറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു ഗൂഢാലോചന ഉണ്ടെങ്കിൽ ഇന്നിപ്പോൾ അതിലേക്ക് തെളിയിക്കണം എന്നുണ്ടെങ്കിൽ അവർ പരസ്പരം ഒന്നിച്ച് ചേർന്നിട്ടുണ്ടോ, ഒന്നിച്ച് വിളിച്ചിട്ടുണ്ടോ, നേരിട്ട് വിളിച്ചിട്ടില്ലെങ്കിൽ ഡിജിറ്റലായിട്ട് വിളിച്ചിട്ടുണ്ടോ. അപ്പോൾ ഈ IP അഡ്രസ്സുകൾ, IPDRകൾ, CDRകൾ, ഡിജിറ്റൽ ഇടങ്ങളിൽ സോഷ്യൽ മീഡിയ ഉപയോഗങ്ങൾ, ഒപ്പം തന്നെ AI ടൂളുകളാണെങ്കിൽ AI ടൂളുകളുടെ ഇയാളുടെ ഉപയോഗം അത് കറസ്പോണ്ടിങ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ സാങ്കേതിക വിദ്യയിൽ ഊന്നി തന്നെയാണ് ഇന്നത്തെ അന്വേഷണം കൂടുതലായിട്ട് മുമ്പോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും അത് പോസിറ്റീവായിട്ട് തന്നെ അതിനെ കണക്ക് കൂട്ടാം. കാരണം ഒരു സൈഡിൽ സൈബർ കുറ്റകൃത്യം വർദ്ധിക്കുന്നുണ്ടെന്നുള്ളത് വസ്തുതയാണെങ്കിൽ പോലും അതിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ സൈബർ ഇടങ്ങൾ തന്നെയാണ് നമ്മളുടെ അന്വേഷണത്തിൻ്റെയും ഒരു മികവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഓക്കെ സർ, താങ്ക് യു.